ഫൈൻ കെയറിൻ്റെ ചെയർമാനും ഈ പരിപാടി അധ്യക്ഷനുമായ ഇബ്രാഹിം ഹാജി, അതുപോലെ കിപ്പിൻ്റെ മുൻ ചെയർമാൻ മജീദ് മാസ്റ്റർ, സൂപ്പിക്ക, PTK റഫീഖ്, അതുപോലെ വേദിയിലും സദസ്സിലും ഇരിക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മളിവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത് വളണ്ടിയർ സംഗമവും പരിശീലന ക്ലാസ്സും എന്ന ഒരു പരിപാടിയിലാണ്. തെരഞ്ഞെടുപ്പ് കാലമാണ്. ഒരുപാട് തിരക്കുകളൊക്കെ എല്ലാവർക്കും ഉണ്ടാവും. അതിൻ്റെ ഇടയ്ക്കാണ് നമ്മുടെ പരിപാടി നടന്നു പോകേണ്ട ആവശ്യമുണ്ട്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ഇതുപോലുള്ള സ്ഥാപനങ്ങൾ, ഫൈൻ കെയർ പോലുള്ള സ്ഥാപനങ്ങളിൽ നമ്മൾ പുറത്ത് തെരഞ്ഞെടുപ്പിൻ്റെ വീറും വാശിയും മത്സരങ്ങളും കുതന്ത്രങ്ങളൊക്കെ മെനയുന്ന തിരക്കിലാണെങ്കിലും, ഈ മുറ്റത്ത് ഇവിടെ ഇരിക്കുന്ന നിങ്ങൾ പല രാഷ്ട്രീയ പാർട്ടികളിലും പെട്ട, പല സംഘടനയിലും പെട്ട ആൾക്കാരാണ്. എല്ലാവർക്കും ഒരുമിച്ചിരിക്കാൻ പറ്റിയ ഒരു മുറ്റമാണ് നമ്മുടെ ഫൈൻ കെയർ. കൂടുതലായി കാര്യങ്ങളൊന്നും സംസാരിക്കുന്നില്ല. മജീദ് മാസ്റ്ററുടെ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്ത ഒരുപാട് വളണ്ടിയർമാർ നമുക്ക് മുമ്പിലുണ്ട്. തുടർന്നുള്ള മാസങ്ങളിലും ഇതുപോലുള്ള വിവിധ പാലിയേറ്റീവിൻ്റെ വിവിധ മേഖലകളിലുള്ള ആൾക്കാരെ കൊണ്ടുവന്ന് ഇതുപോലുള്ള ക്ലാസ്സുകൾ ഇനിയും ഉണ്ടാവും. ഈ പരിപാടിയുടെ അധ്യക്ഷൻ, നമ്മുടെ ഫൈൻ കെയറിൻ്റെ ചെയർമാനുമായ അധ്യക്ഷൻ വഹിക്കുന്നത് ഇബ്രാഹിം ഹാജിയാണ്. അദ്ദേഹത്തെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഈ ക്ലാസ് നയിക്കുന്നത് കിപ്പിൻ്റെ മുൻ ചെയർമാനായ മജീദ് മാസ്റ്ററാണ്. അതിലുപരി ഈ പരിപാടിയിലൊരു പ്രത്യേകത കൂടിയുണ്ട്. നമ്മുടെ എക്സിക്യൂട്ടീവ് മെമ്പറും അതുപോലെ തന്നെ നമ്മുടെ ഇടയിലൂടെ ഓടിച്ചാടി നടക്കുന്ന നമ്മുടെ പാറക്കണ്ടി അമ്മദ്ക്ക, നിങ്ങൾക്കൊക്കെ അറിയാം. പാറക്കണ്ടി അമ്മദ്ക്കയെക്കുറിച്ച് ഒരു വിശദീകരണത്തിൻ്റെ ആവശ്യമില്ല. CH സെൻ്ററായാലും തണലായാലും പാറക്കണ്ടി അമ്മദ്ക്കയെ ആദരവ് കൊടുക്കുന്ന ഒരു സദസ്സ് കൂടിയാണ്. അത് പ്രത്യേകം പറയുന്നു. അതുപോലെ തന്നെ പാറക്കണ്ടി അമ്മദ്ക്കക്ക് നമ്മളിൽ നിന്ന് വിട്ടുപിരിഞ്ഞു പോയ കടഞ്ഞോത്ത് ഫാത്തിമ ഫർസാനയുടെ പേരിൽ അവരുടെ കുടുംബം ഒരു മൊമെൻ്റോ തയ്യാറാക്കിയിട്ടുണ്ട് അവരുടെ ഓർമ്മയ്ക്ക് വേണ്ടി. അതും ഈ വേദിയിൽ വെച്ച് സമർപ്പിക്കുന്നതാണ്. അതുപോലെ തന്നെ ഈ പരിപാടിക്ക് നന്ദി അർപ്പിക്കുന്നത് നമ്മുടെ ഖജാൻജി വാര്യങ്കണ്ടി നൗഷാദാണ്. എല്ലാവർക്കും, വേദിയിലും സദസ്സിലുള്ള എല്ലാവർക്കും ഒറ്റ വാക്കിൽ സ്വാഗതം പറഞ്ഞുകൊണ്ട് ഈ പരിപാടിയുടെ അധ്യക്ഷം വഹിക്കാൻ വേണ്ടി ഇബ്രാഹിം ഹാജി ക്ഷണിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നമ്മുടെ മുഖ്യ പ്രഭാഷണം നടത്തുന്ന മജീദ് മാസ്റ്റർ, സൂപ്പിക്ക, പാറക്കണ്ടി അമ്മദ്, നൗഷാദ് VK, നമുക്ക് സ്വാഗതം ആശംസിച്ച ഇതിൻ്റെ ജനറൽ സെക്രട്ടറി, മറ്റ് മഹൽ വ്യക്തിത്വങ്ങളെ, എൻ്റെ സഹോദരന്മാരെ, വീണ്ടും നമ്മൾക്ക് ഇവിടെ എഴുന്നേറ്റ് നിന്ന് സംസാരിക്കാനുള്ള ഒരു സമയം കൂടി വന്നിരിക്കുകയാണ്. അള്ളാഹുവിനെ സ്തുതിക്കുകയാണ്. ഒരുപാട് കാലത്തിന് ശേഷമാണ് ഇപ്പോൾ നമ്മളൊന്ന് ഒരുമിച്ച് കൂടുന്നത്, അതും ഒരു അനിവാര്യമായ ഘട്ടത്തിൽ. ദിനേന നടന്നുകൊണ്ടിരിക്കുന്ന പ്രയാസങ്ങൾ ചിലപ്പം ഇതിലെല്ലാവരും അറിഞ്ഞോളണം എന്നില്ല. ഒരു ദിവസം പുലരുമ്പോൾ തന്നെ ഒരുപാട് ടെലിഫോൺ കോളുകളുടെ അകമ്പടിയോടുകൂടിയാണ് നമ്മൾ എഴുന്നേക്കാറ്. അവിടെ ഇത് വേണം, ഇവിടെ ഇത് വേണം, മറ്റ് പ്രശ്നങ്ങൾ. അത് ഇതുമായിട്ട് അലിഞ്ഞു ചേർന്ന് കഴിഞ്ഞാൽ ഒരു ദിനം എങ്ങനെ നീങ്ങുന്നു എന്നുള്ളതിൻ്റെ ഉത്തരം ഞാൻ പറയുന്ന മാതിരി, അല്ലെ ഞങ്ങൾ പറയുന്ന മാതിരി ചിലപ്പോൾ ഇതിലെല്ലാവർക്കും മനസ്സിലായിക്കൊള്ളണം എന്നില്ല. ഒരു ദിവസം കാലത്ത് ഇവിടെ വരുമ്പോൾ എന്തൊക്കെയോ പ്ലാൻ ഇട്ടുകൊണ്ട് വന്നു കഴിഞ്ഞാൽ ആ പ്ലാൻ മുഴുവൻ ബാക്കിയായിരിക്കും. മറ്റ് പല പ്ലാൻ ഇടാത്ത പല സംഗതികളായിരിക്കും ദിനേന നടന്നുകൊണ്ടിരിക്കുന്നത്. അതും ചിലപ്പം നിങ്ങളെപ്പോലെ എല്ലാവർക്കും അത് മനസ്സിലായിക്കൊള്ളണമെന്നില്ല. ഫൈൻ കെയറിൻ്റെ അല്ലെങ്കിൽ അതുപോലത്തെ പാലിയേറ്റീവിൻ്റെ മാഹാത്മ്യം എപ്പോഴാണ് മനസ്സിലാകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവനവൻ്റെ വീട്ടിലൊരു പ്രയാസം വരുമ്പോൾ
ആ പ്രയാസം തീരുന്നത് വരെയും ചിലപ്പോൾ നമുക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ടാവും. അത് കഴിഞ്ഞാൽ പിന്നെയും നമ്മൾ മറക്കും. മറതിയെ നമ്മൾക്ക് അനുഗ്രഹിച്ച ഒരു സംഗതിയാണ്. അല്ലെ പിന്നെ നമ്മളിൽ നിന്ന് ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ നമ്മളെപ്പോഴും അയാളെ ഓർത്തുകൊണ്ടേ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ജീവിക്കാൻ പറ്റുകയില്ലല്ലോ. അതുപോലെ മറതി നമുക്ക് തന്ന ഒരു അനുഗ്രഹമാണ്. ക്യാൻസർ രോഗികൾ, വേദന കൊണ്ട് പ്രയാസപ്പെടുന്നവർ, ഡയബറ്റിക് കൊണ്ട് കാല് മുറിച്ചവർ, ഡയബറ്റിക് കൊണ്ട് കാലിൻ്റെ അടിഭാഗം ചതഞ്ഞരഞ്ഞ പോലെ നിൽക്കുന്നവർ, കാണുമ്പോൾ അറപ്പും വെറുപ്പും തോന്നും. അത്രയുള്ള ദിനേന നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്കത് കാണുന്ന നേരം സാധാരണ ഒന്നും തോന്നില്ല. കാരണം ദിനേന കണ്ട് കണ്ട് മരവിച്ചു പോയി. അപ്പോൾ ഇവിടെ ഇപ്പോൾ സംഘടിപ്പിച്ചിരിക്കുന്നത് വളണ്ടിയർ സംഗമവും, ഒരു വളണ്ടിയർ ആയിക്കഴിഞ്ഞാൽ എന്തൊക്കെ ഗുണങ്ങൾ ആ വളണ്ടിയറിൽ ഉണ്ടാവണം, എന്തൊക്കെ ഉണ്ടായിക്കൂടാ. അതുപോലെ തന്നെ ഒരു പാലിയേറ്റീവ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവിടെ എന്തൊക്കെ ഉണ്ടാവണം, ഏതൊക്കെ സ്വഭാവ രീതിയിൽ കൂടി പോവണം, എന്തൊക്കെ അനുകമ്പ പ്രവർത്തനങ്ങൾ നടത്തണം എന്നിത്യാദി കാര്യങ്ങളെപ്പറ്റി 10-20 വർഷത്തോളം, ചിലപ്പം അതിൽ കൂടുതലും ഇതിൽ പ്രവർത്തിച്ച ഒരാൾ എന്നുള്ള നിലക്ക് മജീദ് മാഷിക്ക് നമ്മളെ നന്നായിട്ട് പറഞ്ഞു തരാനും അത് ഗ്രഹിക്കാനും നമുക്ക് സാധിക്കും ഇൻഷാ അല്ലാഹ്. മറ്റൊന്ന്, പാറക്കണ്ടി അഹമ്മദിന് ഇന്നൊരു ആദരവ് കൊടുക്കുന്നുണ്ട്. പാറക്കണ്ടി അമ്മയെ സംബന്ധിച്ചിടത്തോളം ആ ആദരവ് എങ്ങനെയാണ് വന്നത് എന്നുകൂടെ നമ്മൾ നോക്കേണ്ടതുണ്ട്. പാറക്കണ്ടി അമ്മയെ നമ്മൾ സദാ കണ്ടുകൊണ്ടിരിക്കുന്ന അമ്മദ്ക, എന്ത് പറഞ്ഞാലും മുൻപന്തിയിൽ നിൽക്കും. എല്ലാ സംഗതിക്കും മൂപ്പർക്ക് സുഖമില്ലെങ്കിലും ആ അസുഖം മാറ്റിവെച്ചുകൊണ്ട് മറ്റുള്ളവരുടെ പ്രയാസങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട്, കൂടുതലൊന്നും അറിയില്ലെങ്കിലും ആ അറിയുന്ന മാതിരി മൂപ്പർ എല്ലാ രംഗത്തും തിളങ്ങി നിൽക്കും. ഈ അടുത്ത ദിവസം തന്നെ നമ്മളെ കോയമ്പത്തൂര് കണ്ണിൻ്റെ ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടി പോകാൻ ഒരുങ്ങിയപ്പോൾ അവർ പറഞ്ഞ് നിങ്ങളെ 2 വളണ്ടിയേഴ്സ് നിർബന്ധമായിട്ട് ഉണ്ടാവണമെന്ന്. അപ്പോൾ പെട്ടെന്ന് നോക്കിയപ്പോൾ അതവർ പെടുന്നതിനെയാണ് പറഞ്ഞത്. ആദ്യം അത് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ പെട്ടെന്ന് പോവാൻ ആരും മുന്നോട്ടേക്ക് വരാതിരുന്ന സമയത്ത് അമ്മദ് പറഞ്ഞ് പെട്ടെന്ന് തന്നെ ഒന്ന് ഞാൻ പോയിക്കൊള്ളാം. അതുപോലെ തന്നെ മറ്റ് 1-2 ആൾക്കാർ മുന്നോട്ടേക്ക് വരികയും ചെയ്തു. അമ്മദ് പോകുന്ന അന്ന് ഫൈൻ കെയറിൻ്റെ വലിയൊരു എന്താ പറയുക, ഒരു ചിഹ്നം അഹമ്മദിൻ്റെ ഷർട്ടിലുണ്ടായിരുന്നു. ആ ഷർട്ടും ധരിച്ചുകൊണ്ടാണ് വടകര റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് മറ്റുള്ളവരോടൊപ്പം അഹമ്മദ് യാത്രയായത്. കോയമ്പത്തൂർ എത്തുന്നത് വരെ ആ ട്രെയിനിൽ കയറിയ എല്ലാവരും ഇതെവിടെയാണ് ഈ ഫൈൻ കെയർ, എന്താണ് ഫൈൻ കെയർ എന്നുള്ളതിനെപ്പറ്റി ചിന്തിക്കുകയും പലരും അവരോട് വന്ന് അന്വേഷിക്കുകയും നമ്മൾ അത് പറഞ്ഞു കൊടുക്കേണ്ടി വന്നു. അതുപോലെ തന്നെ 2 ദിവസം നീണ്ടു നിൽക്കുന്ന 2-3 ദിവസം നീണ്ടു നിൽക്കുന്ന ആശുപത്രി വാസത്തിൽ ഈ ഫൈൻ കെയറിൻ്റെ കുപ്പായ അണിഞ്ഞപ്പോൾ അഹമ്മദിന് അവിടെ തിരിഞ്ഞു നോക്കേണ്ടി വന്നില്ല. എല്ലാ ഡോക്ടേഴ്സിൻ്റെ റൂമിലും എല്ലാ തിയേറ്ററിലും അമ്മയിന് പോവാൻ
സൗകര്യമുണ്ടായിരുന്നു. അപ്പം ഇത്തരം ഒരു സംഗതിയെ നമ്മൾ എടുത്ത് കാണിച്ചു കഴിഞ്ഞാൽ അതിനുള്ള ആദരവും ബഹുമാനവും നമുക്ക് എവിടെ കിട്ടും എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണം കൂടിയാണ് അമ്മദ് എന്നാണ് ഇപ്പം ഞാൻ ഇവിടെ പറഞ്ഞു കൊണ്ടുവരാൻ നോക്കുന്നത്. അമ്മയെ സംബന്ധിച്ചിടത്തോളം ആ ആശുപത്രിയിലുള്ള എല്ലാ ഡോക്ടേഴ്സും നേഴ്സും ആദരവ് പിടിച്ചു പറ്റി അമ്മദ് ഇങ്ങോട്ട് പോന്നു. അമ്മതിനൊന്നും ഉറക്കമുണ്ടായിരുന്നില്ല. ഇവർക്ക് വേണ്ടിയുള്ള കിത്മത്ത് ചെയ്യലും മറ്റ് പരിപാടികളും. ഉറങ്ങാൻ സ്ഥലമില്ല എന്നാണ് ഞാൻ അറിഞ്ഞത്. കാരണം ഈ ഓപ്പറേഷൻ ചെയ്ത ആൾക്കാരെ അടുത്ത് ഇത്ര മീറ്റർ വിട്ടിട്ടേ കിടക്കാൻ പാടുള്ളൂ എന്നുള്ള ഒരു നിബന്ധനയുണ്ടായിരുന്നു. അങ്ങനെ ഇവർ അനുവദിച്ചു കൊടുത്ത ഹാളിൽ നോക്കിയപ്പോൾ അതിന് സ്ഥലം മതിയായില്ല. അപ്പോൾ അമ്മത് അടുത്ത ഒരു ബാത്റൂമിൻ്റെ അടുത്തുള്ള ഒരു സ്ഥലത്താണ് അമ്മതന്ന് രാത്രി ചെറിയ സമയം കഴിച്ചു കൂട്ടിയത്. അതിനൊന്നും അമ്മദിനോ അല്ലെങ്കിൽ അതുപോലെ നമ്മളെ ഇവിടുന്ന് പോയ സെറീനാക്കോ മനാഫിനോ മറ്റ് ആൾക്കാർക്കൊന്നും ഒരു പ്രയാസം വന്നില്ല. അതെന്തുകൊണ്ടാന്ന് പറഞ്ഞാൽ നമ്മളെ ഇത്തരം സംഗതികളിൽ അലിഞ്ഞു ചേരുകയും ഒരു മനുഷ്യനെ കൊണ്ട് മറ്റൊരു മനുഷ്യന് ചെയ്യാവുന്ന രീതിയിൽ എന്തെങ്കിലുമൊക്കെ ചെയ്തു കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ പറയും, ഇപ്പോൾ നമ്മൾ പള്ളിയിൽ പോവും, മറ്റ് സംഗതികൾക്ക് പോവും, എപ്പോഴും നമ്മൾ ഖുർആൻ പാരായണം ചെയ്യും, മറ്റ് സൽക്കർമ്മങ്ങൾ നമ്മൾ ചെയ്യും. പക്ഷെ അതിലൊക്കെ മുൻപന്തിയിൽ നിൽക്കുന്നത് ഒരു അസുഖമായ ഒരാൾക്ക് അയാൾ പ്രയാസപ്പെടുമ്പോൾ അയാളെ പ്രയാസം എന്താണ് എന്ന് മനസ്സിലാക്കി അയാളെ പ്രയാസം തീർത്തു കൊടുത്തു കഴിഞ്ഞാൽ ഏറ്റവും വലിയൊരു പുണ്യം അതായിരിക്കും. അതാണ് പറയുന്നത്, പ്രയാസപ്പെടുന്നവൻ്റെ പ്രയാസങ്ങൾ മനസ്സിലാക്കി മുന്നോട്ടേക്ക് പോവാൻ ഒരു പരിധിവരെ ഫൈൻ കെയറിന് സാധിക്കുന്നുണ്ട് എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഇനിയും ഒരുപാട് ഒരുക്കങ്ങളും മറ്റ് സംഗതികളും വേണ്ടതുണ്ട്. അതിന് നമ്മളെ ഇവിടുത്തെ ജനങ്ങളുടെ സമ്പൂർണമായിട്ടുള്ള എല്ലാവിധത്തിലുള്ള സഹകരണങ്ങളും ആവശ്യമുണ്ട്. ഇപ്പോൾ തന്നെ നമുക്കിവിടെ അനുവദിച്ച് കിട്ടിയിരുന്നത് 5 വർഷത്തേക്കാണ്. 2 വർഷം ഇതാ എന്ന് പറയുമ്പോൾ നമുക്ക് കഴിഞ്ഞു പോയിട്ടുണ്ട്. ഇനി 3 വർഷം കൂടിയേ ഇവിടെ നമുക്ക് നിൽക്കാനുള്ള അനുവാദമുള്ളൂ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിറ്റേന്ന് തന്നെ ഇറങ്ങണം എന്നല്ല അതുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം നമുക്ക് എന്നെന്നും നിൽക്കാനുള്ള ഒരു ഫ്ലോട്ട് നമുക്ക് വേണം. നമ്മളെ നാട്ടിലെ സംബന്ധിച്ചിടത്തോളം ഇത്തരം പാലിയേറ്റീവ് നമുക്ക് ആവശ്യമാണ്. ആവശ്യം ചിലർക്കൊക്കെ എപ്പം വേണം എങ്ങനെ വേണം എന്ന് തോന്നുന്നത് അവന്, ഞാൻ പറഞ്ഞില്ലേ നേരത്തെ, അവനവൻ്റെ വീട്ടിൽ ഒരു സംഗതി വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ സമയത്ത് എന്താണ് പാലിയേറ്റീവ് എന്ന് മനസ്സിലാവും, എന്താണ് ഫൈൻ കെയർ എന്ന് മനസ്സിലാവും, അല്ലെങ്കിൽ ഇതര മറ്റേതെങ്കിലും പാലിയേറ്റീവ് ഉണ്ടെങ്കിൽ അവരെ മനസ്സിലാവും. അപ്പോൾ പാലിയേറ്റീവ് ഇനി ഒഴിച്ചുകൂടാൻ പറ്റാത്ത, കാരണം ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മളിപ്പോൾ 10, 150, 171 മറ്റോ ഉണ്ടെന്ന് തോന്നുന്നുണ്ട് ഇവിടെ രോഗികൾ. അപ്പോൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ മാതാപിതാക്കളെ വേണ്ട വിധത്തിൽ ശ്രദ്ധിക്കാത്ത വീടുകളിൽ എത്രയോ ഉണ്ട്. അത് നമുക്ക് പറയാൻ പറ്റുന്ന കാര്യങ്ങളല്ല, പറയാൻ പാടുമില്ല. അപ്പോൾ നമ്മൾ വിചാരിക്കും കക്കാട് മഹല്ലിൽ അല്ലെങ്കിൽ ഈ ചോറോട് പഞ്ചായത്തിൽ അത്തരം ആൾക്കാരുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങളുടെ അടുത്തതിന് ഉത്തരമുണ്ട്. പക്ഷേ ഉത്തരം ചിലപ്പോൾ നിങ്ങളോട് പറഞ്ഞെന്ന് വരില്ല. കാരണം അതൊരു മുഷയുള്ള പ്രവണതയാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ പാലിയേറ്റീവിൽ പ്രവർത്തിക്കുമ്പോൾ അതങ്ങനെ പറയാൻ പാടില്ല. എങ്ങനെയെങ്കിലും ഒന്ന് മരിച്ചു കിട്ടിയിട്ടുണ്ടെങ്കിൽ നന്നായിരുന്നേനെ എന്നാഗ്രഹിക്കുന്ന പലരെയും നേരിൽ കാണാൻ സാധിച്ചിട്ടുണ്ട്. ചിലപ്പോൾ അത് പറഞ്ഞ് എന്ന് വരില്ല. അപ്പം അത്തരം സാഹചര്യങ്ങൾ അവരെ പറഞ്ഞ് മനസ്സിലാക്കുകയും എന്താണ് പാലിയേറ്റീവ് എന്ന് ആ വീട്ടുകാർക്ക് അന്നേരം മനസ്സിലാക്കുകയും ചെയ്യും. ഞാൻ
ഒരുപാട് പരത്തി പറഞ്ഞ് നിങ്ങളെ പ്രയാസപ്പെടുത്തുന്നില്ല. നമ്മൾക്ക് എന്തുകൊണ്ടും അനിവാര്യമായ ഒരു ക്ലാസ് മജീദ് മാഷ് ഇവിടെ തരാൻ പോവുകയാണ്. അപ്പോൾ അതിനെ കവച്ച് വെച്ചുകൊണ്ട് ഞാൻ എൻ്റെ സംസാരം നീട്ടിക്കൊണ്ടുപോകുന്നത് ശരിയല്ല എന്ന് തോന്നുന്നത് കൊണ്ടും ബഹുമാനപ്പെട്ട സ്നേഹം നിറഞ്ഞ ആദരവ് നമ്മുടെ പാറക്കണ്ടി അമ്മദിനെ സമർപ്പിക്കാനുള്ളത് കൊണ്ടും എന്നിട്ട് വേണം മാഷെ മുഖ്യ പ്രഭാഷണത്തിലേക്ക് കടക്കാൻ വേണ്ടി. അതുകൊണ്ട് അമ്മദിനെ ആദരപൂർവ്വ സ്റ്റേജിലേക്ക് ക്ഷണിക്കുകയാണ്. അമ്മദിൻ്റെ ഷാള് അണിയിക്കാൻ വേണ്ടി നമ്മുടെ മുഖ്യപ്രഭാഷണം നടത്തുന്ന മുൻ കിപ്പിൻ്റെ ചെയർമാൻ മജീദ് മാഷെ ആദരവോടുകൂടി ക്ഷണിക്കുന്നു. പാറക്കണ്ടി അഹമ്മദ് സാഹിബിന് മൊമൻറ്റോ കൈമാറുന്നത് സൂപ്പി MK. അതുപോലെ തന്നെ കിടഞ്ഞോത്ത് ഫാത്തിമ ഫർസാനയുടെ ഓർമ്മയ്ക്കായി കുടുംബം സമർപ്പിച്ച ഒരു മൊമെൻ്റോ ഉണ്ട്. അത് കൈമാറാൻ വേണ്ടി ബലേമ്പത്ത് കുഞ്ഞമ്മദ് കെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും, നമസ്കാരം. ഈ ആദരവ് ഞാൻ എങ്ങനെയാണ് വാങ്ങേണ്ടത് എനിക്കെന്നറിഞ്ഞു. കാരണം വെച്ചാൽ ഒരുപാട് കാരണം ഞാൻ 5 വർഷമായി CS സെൻ്ററിൽ, ഇവിടെ ഒരു 3 വർഷം അടുത്ത് ആക്കിയുള്ളൂ. ഞാൻ 20 പേരെയും കൊണ്ട് 2-ാം തീയതി കോയമ്പത്തൂർ പോയപ്പോൾ ട്രെയിനിലെല്ലാം ഒരുപാട് ആൾക്കാർ കാര്യങ്ങൾ ചോദിക്കുകയും അവർക്കൊക്കെ ഞാൻ ഇവിടുത്തെ കാർഡ് കൊടുക്കുകയും അതോടനുബന്ധിച്ച് അവിടെ എത്തിയപ്പോൾ തന്നെ അവിടുത്തെ മാനേജറും ഭയങ്കര സ്വീകരണങ്ങൾ തരികയും എല്ലാ സ്ഥലത്തും എല്ലാ ടെസ്റ്റിങ്ങിലും ഞാൻ ഈ കോട്ട് വിട്ടിട്ട് ചെന്നപ്പോൾ അവർക്ക് തന്നെ വല്ലാതൊരു എവിടുന്നാ ഇത് പായറ്റി വടക പൈനിക്കാറുണ്ട്. അപ്പോൾ മാനേജറടക്കം ഞാൻ തിയേറ്ററിൻ്റെ ഉള്ളിൽ മാത്രം എത്തിയിട്ടില്ല, ബാക്കി എല്ലാ സ്ഥലത്തും അവിടെ അന്ന് 400ഓളം ഓപ്പറേഷൻ നടത്തിയിരുന്നു. പക്ഷെ അതിൻ്റെ ഒന്നും ആൾക്കാർക്കൊന്നും എത്തിപ്പെടാതെ കഴിയാതെ സ്ഥലത്തൊക്കെ ഞാൻ പോയിട്ടുണ്ട്. അപ്പോൾ ഇനിയും നമുക്ക് ഒരുപാട് അതിലൊക്കെ നമ്മളെ ബലേമ്പത്ത് ഇബ്രാഹിക്ക, അതുപോലെ തന്നെ നമ്മളെ KP കുഞ്ഞമ്മദ്ക്ക, എല്ലാവർക്കും ഞാൻ നന്ദി. എൻ്റെയും ഈ പയറ്റിവിൻ്റെ വേലിയും ഒരുപാട് നന്ദി അറിയിച്ചുകൊണ്ട് എൻ്റെ സഹപ്രവർത്തകർക്കും ഇവിടുത്തെ പയറ്റിവിൻ്റെ വളണ്ടിയേഴ്സിനും സ്റ്റാഫുകൾക്കും അതുപോലെ തന്നെ ചെയർമാൻ ഇബ്രാഹിക്കും നമ്മൾ ജനറൽ സെക്രട്ടറിക്കും നമ്മൾ സ്നേഹിതന്മാർക്കും മറ്റുള്ള എല്ലാവർക്കും എക്സിക്യൂട്ടീവ് മെമ്പർമാർക്കും എല്ലാവർക്കും എൻ്റെ നന്ദി പാർട്ടിയിൽ നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ തോന്നുന്നു. നമ്മുടെ മുഖ്യ പ്രഭാഷണം നടത്താൻ വേണ്ടി മജീദ് മാഷെ ആദരവോടുകൂടി ക്ഷണിക്കുകയാണ്. അദ്ദേഹം താഴെ ഇറങ്ങിയിട്ടാണ് സംസാരിക്കുന്നതെന്നാണ് പറയുന്നത്. ഒരു പാലിയേറ്റീവ് കെയർ സംവിധാനം ഒരു നാട്ടിൽ രൂപപ്പെട്ടു വരുമ്പോൾ ഒരു നാട് പ്രതീക്ഷിക്കുന്ന കുറേ കാര്യങ്ങൾ, ആ കാര്യങ്ങളെന്ന് പറയുന്നത് അവരുടെ കുടുംബാംഗങ്ങളോ ഏതെങ്കിലും തരത്തിലുള്ള വേദന അനുഭവിച്ചുകൊണ്ട് കിടന്നു പോകുമ്പോൾ അവരുടെ കട്ടിലിനടുത്ത് അവരുടെ പ്രയാസങ്ങളെ ആഴത്തിലറിയാനും ആ പ്രയാസങ്ങളിൽ ബോധപൂർവമായി ഉത്തരവാദിത്വ ബോധത്തോടു കൂടി ഇടപെടാനും അവരുടെയും കുടുംബത്തിൻ്റെയും പ്രശ്നങ്ങളെ കൃത്യമായി തിരിച്ചറിയാനും അങ്ങനെ തിരിച്ചറിയപ്പെട്ട കാര്യങ്ങൾ ഒരു പരിധി വരെ പരിഹരിക്കാവുന്നത് ആ കിടന്നുപോയ മനുഷ്യൻ്റെ ചുറ്റുവട്ടങ്ങളെ കൂടി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പരിഹരിച്ചു കൊടുക്കാൻ കഴിയുന്ന ഒരു സംവിധാനം. ആ ഒരു സംവിധാനം പ്രാദേശികമായി ശക്തിപ്പെട്ടു വരിക എന്നതാണ് നമ്മളൊരു പാലിയേറ്റീവ് കെയർ സംവിധാനം രൂപപ്പെടുത്തുക എന്നതുകൊണ്ട് ഏറ്റവും പ്രധാനമായി ലക്ഷ്യമാക്കുന്നത്. അതിൻ്റെ ഒരു റിസൾട്ട് എന്ന് പറയുന്നത് ഞാൻ നാളെ കിടന്നു പോകുമ്പോൾ എനിക്ക് ചുറ്റും ഞാൻ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ജീവിത യാതനകളെ ആഴത്തിൽ അറിയാനും
ആ യാതനകൾക്ക് പരിഹാരം സാധ്യമാക്കാനും കഴിയുന്ന ഒരു ചുറ്റുവട്ടത്തെ രൂപപ്പെടുത്തിയെടുക്കുക എന്നുള്ളതാണ്. അങ്ങനെയുള്ളൊരു ചുറ്റുവട്ടം ഉണ്ടാകലാണ് ഓരോ കിടന്നുപോയ മനുഷ്യൻ്റെയും ഏറ്റവും വലിയ ആഗ്രഹം. ഈ ആഗ്രഹം സഫലീകൃതമാവുന്നതിന് നിരന്തരമായ ഒരു പ്രവർത്തനം ആവശ്യമുണ്ട് ഒരു നാട്ടിൽ. അതാണ് അന്ന് തുടങ്ങണമെന്ന് നമ്മൾ ആഗ്രഹിച്ചു. അങ്ങനെ ഒരു സിസ്റ്റം ഇവിടെ തുടങ്ങിയിട്ടുണ്ട്. അന്ന് തുടങ്ങി എനിക്ക് തോന്നുന്നു 1.5 വർഷത്തോളായിരുന്നു അല്ലേ, 2 വർഷങ്ങൾക്കപ്പുറം. ആ തുടങ്ങിയ കാലത്ത് കേട്ട ആളുകൾ കുറച്ച് പേരെങ്കിലും കൂട്ടത്തിലുണ്ടാവാം. എൻ്റെ ചോദ്യം അന്ന് ഞാൻ പറഞ്ഞതും അതിനോട് ഇന്ന് പറയുന്നത് ഒരുപക്ഷെ ചില വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകുമെങ്കിൽ പോലും ആശയങ്ങളൊന്നാണ്. എനിക്കിത്രയേ ഉള്ളൂ, ഒരു മനുഷ്യൻ ഏത് തരത്തിൽ സമ്പന്നനായാലും, സാമ്പത്തികമായി എത്രത്തോളം ഉയർന്നാലും, സാമ്പത്തിക ശേഷി ഇല്ലാത്തവനായാലും, ഏതൊരു മനുഷ്യനും കിടന്നു പോയാൽ അവൻ ആവശ്യമുള്ളൊരു സംവിധാനമാണ് സാന്ത്വന പരിചരണം. അങ്ങനെ ആലോചിക്കുമ്പോൾ ആ സിസ്റ്റം എല്ലാ മനുഷ്യൻ്റെയും കട്ടിലെടുത്തെത്തും. നിലവിലുള്ള കണക്ക് പറയുന്നത് 10% ആളുകളാണ് കിടന്ന് മരിക്കുന്നതിനപ്പുറത്തേക്ക് പെട്ടെന്ന് മരിച്ചു പോകാനുള്ള സാധ്യതയുള്ളത്. പെട്ടെന്ന് വീണ് മരിച്ചു പോകും. നമ്മൾ കേൾക്കാറുണ്ട്, കുഴഞ്ഞ് വീണ് മരിച്ചു എന്നൊക്കെ കേൾക്കാറുണ്ട്. അങ്ങനെ പെട്ടെന്ന് വീണ് മരിച്ചു പോകാനുള്ള സാധ്യത 10% പേർക്കാണെങ്കിൽ ആ 90 പേർ, 100-ൽ 90 പേരിൽ പലരുമാണ് ഞാനും നിങ്ങളും ഈ ഇരിക്കുന്നവർ. ആ 90 പേരിൽ ഒരാളാണ് ഞാനെങ്കിൽ ഞാൻ നാളെ ഏതെങ്കിലും ഒരു തരത്തിലുള്ള എൻ്റെ വേദന, പലതരത്തിലുള്ള വേദനകൾ ചുരുങ്ങിയ കാലം കൊണ്ട് അവസാനിപ്പിക്കുന്ന മരണമാവാം, വേദനയാവാം, നിരന്തരമായ വേദനയാവാം, സഹിക്കാൻ കഴിയാത്തത്ര വേദന കൊണ്ട് പൊളയുന്ന മനുഷ്യരുണ്ട് നമ്മുടെ കൂടെ. അവരുടെ വേദന കുറച്ചു കൊടുക്കാൻ കഴിയുന്ന, അവരുടെ മാനസികമായ പ്രശ്നങ്ങളെ, അത് എല്ലാതര ശാരീരിക വേദനകളും എത്തുന്നത് മനസ്സിലേക്കാണ്. അങ്ങനെ ആലോചിക്കുമ്പോൾ അവരുടെ മനസംഘർഷങ്ങളെ ലഘൂകരിച്ചു കൊടുക്കാൻ കഴിയുന്ന വിധത്തിലുള്ളൊരു സാമീപ്യം, അങ്ങനെ കൂടെ നിൽക്കാൻ കഴിയുന്ന ഒരാളായി മാറാൻ, അങ്ങനെയുള്ളൊരു കൂട്ടിരിപ്പ് ഒരാൾക്ക് സാധ്യമാക്കി കൊടുക്കുന്നിടത്തേക്ക് മുന്നോട്ട് പോവാൻ കഴിയുന്ന ഒരു ചുറ്റുവട്ടം ഈ നാട്ടിൽ ഉണ്ടാവണമെന്ന അതിയായ ആഗ്രഹം നമുക്കൊക്കെ ഉണ്ട്. ആ ഒരു ലക്ഷ്യത്തിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിൽ നാം എത്രത്തോളം മുന്നോട്ട് പോയി, വെറുതെ ഒരുപാട് കാര്യങ്ങൾ കേട്ടുപോകുന്നതിനപ്പുറത്തേക്ക് കുറച്ചുകൂടി പ്രാക്ടിക്കലായി ചിന്തിക്കാനും, ഞാൻ നാളെ വീണ് പോകുന്നതിന് മുമ്പ് ഈ ലോകത്ത് തൻ്റെ തൊട്ടപ്പുറത്ത് എന്നെപ്പോലെ 2 കാലിൽ നടന്നു വരാൻ കഴിയാത്ത വിധം, കണ്ണിലെ പീള തീക്കാൻ പോലും പരസഹായം ആവശ്യമുള്ള വിധം കിടക്കുന്നവരുണ്ട്. ഇന്നലെ രാത്രി ഞാൻ സുഖമായി കിടന്നുറങ്ങിയിട്ടുണ്ട്, മണിക്കൂറുകളോളം. ദിവസങ്ങളായി ഒരുപോലെ കണ്ണടയ്ക്കാൻ കഴിയാതെ കിടന്ന് നരകിക്കുന്നവർ എൻ്റെ നാട്ടിലല്ല, ഈ നാട്ടിലെ കഥയാണ് പറയുന്നത്. നമ്മളുടെ ചുറ്റുവട്ടങ്ങളിലുണ്ട്. ഒരു പക്ഷേ നാം കിടക്കുന്ന മുറിയുടെ തൊട്ടപ്പുറത്തെ മുറിയിലാവാം. അതുകൊണ്ടാണ് സാന്ത്വന പരിചരണത്തിൻ്റെ 1ാമത്തെ തുടക്കം എന്ന് പറയുന്നത് അവനവൻ്റെ വീടുകളിലാണ്. തൻ്റെ കൂടപ്പിറപ്പ് എന്തനുഭവിക്കുന്നു എന്ന് തിരിച്ചറിയലാണ് സാന്ത്വന പരിചരണത്തിൻ്റെ ഏറ്റവും പ്രസക്തമായ ഒരു ഭാഗം. അതുകൊണ്ടാണ് തൻ്റെ പ്രിയപ്പെട്ടവരെവിടെയോ വീണു പോകുമ്പോൾ നാട്ടുകാരെ നന്നാക്കാൻ പോകലല്ല അവൻ്റെ ജോലി എന്ന് നമ്മൾ കൃത്യമായി പഠിപ്പിച്ചു കൊടുക്കുന്നത്. അവനവൻ്റെ കുടുംബത്തിലും അവനവൻ്റെ കൂട്ടിരിപ്പിലുള്ള അവനോടൊപ്പമുള്ളവരിലുമാണ് തൻ്റെ പ്രവർത്തനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം എന്ന് നമുക്ക് ഈ സംവിധാനം പഠിപ്പിച്ചു തരുന്നുണ്ട്. പറഞ്ഞതിൻ്റെ ആകെത്തുക എന്ന് പറയുന്നത് സാന്ത്വന പരിചരണം എന്നാൽ എന്ത് എന്ന് പഠിപ്പിക്കേണ്ട ഒരു ടീമല്ല നിങ്ങൾ. പക്ഷേ അതെന്ത് എന്നുള്ളത് ഇതിൻ്റെ പൂർണ്ണമായ അർത്ഥത്തിൽ ഉൾക്കൊണ്ടോ എന്ന് ചോദിച്ചാൽ ഉറപ്പിച്ച് പറയുന്നു ഞാൻ, പലരും അത് ആ രീതിയിൽ ഉൾക്കൊണ്ടിട്ടില്ല. അതുകൊണ്ടാണ് ഇവിടെ വീണ്ടും ഒരു ഒത്തുകൂടൽ നമ്മൾ സംഘടിപ്പിച്ചത്. ഇനിയൊരു ഒത്തുകൂടലിന് മുമ്പ് ഞാൻ ആഗ്രഹിക്കുന്നത്, ഇനിയൊരു ഒത്തുകൂടൽ നമ്മൾ നടത്തുന്നതിന് മുമ്പ് ഇത്തിരി പേരെങ്കിലും, എല്ലാവരെയും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല,
കുറച്ച് പേരെങ്കിലും ഇതിൻ്റെ ആഴത്തിലുള്ള ഇതിൻ്റെ സാരാംശം മനസ്സിലാക്കി ഒരു കിടന്നുപോയ മനുഷ്യൻ്റെയും അവൻ്റെ കുടുംബത്തിനും വീട്ടിൽ ഒരു വണ്ടിയിൽ ഒരു നേഴ്സും ഒരു പാലിയേറ്റീവ് കെയറിൻ്റെ ടീമും പുറപ്പെട്ട് മാസത്തിലെ ഏതെങ്കിലും ഒരു കുറഞ്ഞ സമയം കൊണ്ട് അവരുടെ മൂത്രത്തിന് ട്യൂബ് മാറ്റിയോ വേദനയ്ക്ക് മരുന്ന് കൊടുത്തോ മുറിവ് വെച്ച് കെട്ടിയോ ഒക്കെയുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുന്നതിനോടൊപ്പം അത് വലിയ കാര്യമാണ്, ചെറുതൊന്നല്ല. ആവശ്യമുള്ള സമയങ്ങളിൽ ആവശ്യമുള്ള ഇടങ്ങളിൽ അവരവൻ്റെ വീടുകളിൽ ഈ ഒരു സിസ്റ്റം കടന്നു വരാനും ആ വീട്ടകങ്ങളിലേക്ക് കടന്നു ചെന്ന് തൻ്റെ പ്രിയപ്പെട്ട ഇടങ്ങളിൽ വന്ന് ഏതെങ്കിലും ആശുപത്രിയിലെ റൂമുകളിൽ ചെന്ന് അല്ലെങ്കിൽ ഒരുപാട് ആളുകൾക്കിടയിലൂടെ പ്രയാസപ്പെട്ട് കടന്നു ചെന്ന് മറ്റുള്ള ആളുകളോടൊപ്പം ഇരുന്ന് ഡോക്ടറെ കണ്ട് മരുന്ന് നേടുന്നതിലപ്പുറത്തേക്ക് തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഇടങ്ങളിലേക്ക് തന്നെ തേടി വരാനൊരു കൂട്ടർ, അങ്ങനെ ഒരു കൂട്ടർ വരുമ്പോൾ തൻ്റെ പ്രശ്നങ്ങൾ അറിയാൻ അവർക്ക് നേരം കണ്ടെത്തുന്നു. അവർ തൻ്റെ പ്രയാസങ്ങൾ തിരിച്ചറിഞ്ഞ് താൻ ഇടപെടുന്നു. ആ ഇടപെടൽ ഫിസിക്കൽ പ്രശ്നങ്ങളിലപ്പുറത്തേക്ക് ഇടപെടാൻ കഴിയുന്ന ഒരാൾ അയാൾക്ക് ചുറ്റും അല്ലെങ്കിൽ അയാൾക്ക് തൊട്ടപ്പുറത്തുണ്ടാവണം. ഇവിടെയാണ് വിഷയം. ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം സ്വാന്തന പരിചരണം എന്നത് അർത്ഥമാക്കുന്നത് കേവലം ഒരു നേഴ്സിംഗ് കെയറിനപ്പുറത്തേക്ക് അവരനുഭവിക്കുന്ന സൈക്കോ സോഷ്യൽ സ്പിരിച്വൽ ഇഷ്യൂസ് എന്ന് മലയാളത്തിൽ പറയുമ്പോൾ അവരുടെ മാനസികമായ സാമൂഹികമായ വൈകാരികമായ അവരുടെ പ്രയാസങ്ങളെ ആഴത്തിലറിയാനും അവരെ പ്രയാസങ്ങളെ കേൾക്കാനും ആ പ്രശ്നങ്ങളെ ആഴത്തിലറിയാൻ അയാളുമായ ഒരു ബന്ധം വേണം. സമയം ചെലവഴിക്കണം. തൻ്റെ വിലപ്പെട്ട സമയം അവരൻ്റെ വേദനകൾ കേൾക്കാൻ ഒരാൾ ചെലവഴിക്കുമ്പോൾ ആ പറയുന്നവൻ അവൻ അനുഭവിക്കുന്ന ഒരു സൗഖ്യമുണ്ട്. അത് മരുന്നുകൾക്ക് തീർത്തു കൊടുക്കാൻ കഴിയില്ല. തന്നെ ഒരാൾ കേട്ടുകൊടുക്കുമ്പോൾ ആ കേട്ടുകൊടുത്തവൻ പിരിയുന്നതിന് മുമ്പ് ആ പറയുന്നതിൻ്റെ മനസ്സിലുള്ളൊരു നെടുവീർപ്പുണ്ട്. ഹാവോ, വല്ലാത്തൊരു സമാധാനം. അത് മരുന്നുകൊണ്ട് തീർക്കാൻ കഴിയുന്ന ഒന്നല്ല എന്നുള്ളത് വളരെ പ്രസക്തമാണ് ഇന്നത്തെ കാലത്ത്. പുതിയ കാലത്ത് മനുഷ്യൻ ഒറ്റപ്പെട്ട് പോകുന്നൊരു ലോകത്തായി ഇന്നുള്ളത്. കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിലാണെന്ന് എൻ്റെ ഓർമ്മ, വിദേശത്ത് രോഗികളുടെ ബോഡിയൊക്കെ മറവ് ചെയ്ത് നാട്ടിലേക്ക് കയറ്റി അയക്കുന്ന ഒരാളുടെ ഒരു മെസ്സേജ് കണ്ടു. വാട്സപ്പിലോ എവിടെയോ 5 പേരെ അയാൾ അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് കയറ്റി വെച്ചത്. അതിൽ 2 മെസ്സേജ് അദ്ദേഹം പറയുന്നുണ്ട്. ഒന്ന്, അതിലേറെയും യുവാക്കളായിരുന്നു. 2, അവരുടെ പ്രശ്നം എന്ന് പറയുന്നത് അതിനോട് ചേർത്ത് അയാൾ സംസാരിക്കുന്നത് വലിയ അനുഭവ സമ്പത്തുള്ള ഒരു മനുഷ്യനാണ്. പേര് ഞാനിവിടെ സൂചിപ്പിക്കുന്നില്ല. ആ മനുഷ്യൻ ആ മെസ്സേജിൽ പറയുന്നത് ഈ ആളുകൾ പണ്ടുണ്ടായിരുന്ന പ്രവാസികൾ അല്ലെങ്കിൽ വിദേശത്ത് താമസിക്കുന്ന ആളുകളൊക്കെ പരസ്പരം ആ കാര്യങ്ങൾ സംവദിച്ചുകൊണ്ടിരുന്നു എന്ന് പറയുന്നത്. ഒരുപാട് കാര്യങ്ങൾ പഴയകാല പ്രവാസികൾക്കറിയാം. എനിക്ക് ആ അനുഭവ സമ്പത്തില്ലെങ്കിൽ കേട്ടൊരു വിവരം പറയാണ്. ആ ആളുകൾ രാത്രിയിൽ റൂമിൽ കിടക്കുമ്പോൾ ജോലി കഴിഞ്ഞ് വിശ്രമിക്കുമ്പോൾ അവരുടെ നാട്ടിലെ അവരുടെ കുടുംബങ്ങളിൽ നിന്ന് വന്നിട്ടുള്ള ഒരുപാട് വിഷയങ്ങൾ പരസ്പരം ഷെയർ ചെയ്യപ്പെട്ടിരുന്നു. ഇന്ന് കേവലം ഒരു മൊബൈൽ ഫോണിന് മുമ്പിൽ അവർ പലപ്പോഴും ആ സോഷ്യൽ മീഡിയക്ക് മുമ്പിലേക്ക് തളച്ചിടപ്പെടുകയും ഒരാൾ പറയുന്നത് കേൾക്കാൻ അടുത്തുള്ളവന് നേരമില്ലാത്ത വിധത്തിൽ തൻ്റെ പ്രശ്നങ്ങൾ മുഴുവനും തൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ ചേർന്ന് നിന്ന് സംഘർഷഭരിതമായ ഒരു ലോകത്ത് ജീവിച്ചതുകൊണ്ട് അകാലങ്ങളിൽ ഹൃദയസ്തംഭനം പോലുള്ള പ്രശ്നങ്ങൾ നേരിട്ട് അകാലങ്ങളിൽ വിട പറഞ്ഞു പോയവരെ കുറിച്ചാണ് ആ സുഹൃത്ത് സൂചിപ്പിച്ചത്. പ്രത്യേകിച്ച് 10-35 വയസ്സിൽ ഇത്തരം ആളുകൾ വിട പറഞ്ഞു പോകുന്നു എന്നുള്ള സങ്കടകരമായൊരു കാര്യം കൂടി അദ്ദേഹം സൂചിപ്പിച്ചു. ആ ഒരു മെസ്സേജ് നമ്മെ ചിലത് പഠിപ്പിക്കുന്നുണ്ട്. അതാണ് നമ്മുടെ ഭാഗം. എന്താ വിഷയം? ഒരു പ്രവാസി എന്നതിലപ്പുറത്തേക്ക് ഒരു മനുഷ്യൻ എന്ന നിലയിൽ എത്രയെത്ര വീടുണ്ട് ഈ നാട്ടിൽ. പണത്തിൻ്റെ ചാക്കുകൾക്കിടയിൽ ജീവിക്കുന്ന മനുഷ്യർ പോലും ഒരു പരസ്പരം ഒന്ന് സംവദിക്കാൻ ഒരാളെ കിട്ടാൻ എത്രയെത്ര വീടുകളിൽ നമ്മുടെയൊക്കെ നാട്ടിൽ ആളുകൾ വളരെ താല്പര്യത്തോടു കൂടി കാത്തു നിൽക്കുന്നുണ്ട്. എത്ര പേരുണ്ട്? കുടുംബത്തിൻ്റെ അംഗങ്ങളുടെ എണ്ണം കുറഞ്ഞു. ഉള്ള അംഗങ്ങൾക്ക് പരസ്പരം സംവദിക്കുന്നതിനപ്പുറത്തേക്ക് അവർക്ക് ചാറ്റിങ്ങും അതുപോലെ ഫേസ്ബുക്കും വാട്സാപ്പും
ഒക്കെയായി ഇൻസ്റ്റഗ്രാമൊക്കെയായി അവരങ്ങനെ അവനവൻ്റെ ലോകത്തേക്ക് ചുരുങ്ങിപ്പോകുമ്പോൾ തൊട്ടുപുറത്ത് തൻ്റെ നൊമ്പരങ്ങളും പ്രശ്നങ്ങളും പറയാനും കേൾക്കാനും ആളില്ലാത്തൊരു ലോകത്തേക്ക് നാം ചുരുങ്ങിപ്പോകുന്നു എന്നുള്ളത് വളരെ വലിയൊരു എന്നും ഏറ്റവും ഗൗരവമായി ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ്. അങ്ങനെയുള്ളൊരു ലോകത്ത് കുടുംബത്തിലെ അംഗങ്ങളുടെ എണ്ണം കുറഞ്ഞു വരുന്നു. ഉള്ള അംഗങ്ങൾക്ക് പരസ്പരം സംസാരിക്കാനും സംവദിക്കാനും നേരമില്ലാത്ത രീതിയിലേക്കൊക്കെ മാറുമ്പോൾ ആളുകൾ തൻ്റെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും പങ്കുവെക്കാൻ ആളില്ലാത്തൊരു ലോകത്ത് സാന്ത്വന പരിചരണം എന്നുള്ളത് ഏറെ പ്രസക്തമാണ്. ഏറെ പ്രസക്തമായ ഒരു സംവിധാനത്തെ ഇതുകൊണ്ട് തന്നെയാണ് 1993 കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഈ സംവിധാനം തുടങ്ങുമ്പോൾ വളരെ കൃത്യമായി ആ സംവിധാനം തുടങ്ങിയതിന് ശേഷം അതിൻ്റെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മെസ്സേജായി പറഞ്ഞിട്ടുള്ളത് സ്വാന്തനമേകാൻ അയൽക്കണ്ണികൾ എന്നുള്ളതാണ്. എന്തേ അങ്ങനെ പറയാൻ കാരണം? സ്വാന്തനമേകാൻ അയൽക്കണ്ണികൾ, നൈബർഹുഡ് നെറ്റ്വർക്ക് ഇൻ പാലിയേറ്റീവ് കെയർ എന്നാണ് ഇതിൻ്റെ മെസ്സേജ്. ഇതിൻ്റെ ഈ സംവിധാനത്തിൽ തുടക്കം 25ാം വാർഷികമൊപ്പം 25 വർഷം പിന്നിടുകയാണ് ആ ഒരു മെസ്സേജ് സമൂഹത്തിലേക്ക് വിട്ടിട്ട്. എന്തേ ഇതിനർത്ഥം? ഓരോ കടന്നുപോയ മനുഷ്യനും ആ കടന്നുപോയ മനുഷ്യന് തൊട്ടപ്പുറത്ത് അവൻ്റെ ദുരിതങ്ങൾ കേൾക്കുകയും ആ പ്രശ്നങ്ങൾ ഇടപെടുകയും ചെയ്യുന്ന ആളുകൾ ഉണ്ടാവേണ്ടതുണ്ട്. നേരത്തെ ഞാൻ സൂചിപ്പിച്ചു, എന്താണ് പാലിയേറ്റീവ് കെയർ എന്ന് നമ്മൾ പറയുമ്പോൾ കിടന്നുപോയ മനുഷ്യൻ്റെ ശാരീരിക പ്രശ്നങ്ങൾക്കപ്പുറം ആ പ്രശ്നങ്ങളെ പരിഹരിക്കുന്നതോടൊപ്പം അതിനപ്പുറത്തേക്ക് ആ കിടന്നുപോയ മനുഷ്യനും അവൻ്റെ കുടുംബവും അനുഭവിക്കുന്ന അതിനപ്പുറത്തേക്കുള്ള, എന്തേ അപ്പുറത്തേക്കുള്ളത്? വീട്ടിലെ അടുപ്പ് പുകയാത്തതിൻ്റെ പ്രശ്നം, ആ വീട് ഒരു പക്ഷേ ചോർന്നൊലിക്കുന്ന വീടാണെങ്കിൽ അത് പൂർത്തിയാക്കേണ്ടതിൻ്റെ പ്രശ്നം, ആ കുടുംബത്തിലെ അംഗങ്ങളുടെ മക്കളുടെ വിദ്യാഭ്യാസവും പാർപ്പിടവുമടക്കം വസ്ത്രവുമടക്കം ആ കുടുംബത്തിൻ്റെ സകല പ്രശ്നങ്ങളിലേക്കും അഡ്രസ്സ് ചെയ്യപ്പെടാനും ആ ഒരു കുടുംബത്തിലെ ആ കിടന്നുപോയ മനുഷ്യന് അവന് പൂർത്തിയാക്കാതെ പോയ സ്വപ്നങ്ങൾ പൂർത്തീകരിക്കപ്പെടാനും. അങ്ങനെ പറയാൻ എന്താ കാരണം? ഞാനിന്ന് നിങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. എനിക്ക് ഇത്തിരി പ്രായമായെങ്കിൽ പോലും ഇനി അങ്ങോട്ടുള്ള ലോകത്തെക്കുറിച്ച് എൻ്റെ സ്വപ്നം, ഇനി അങ്ങോട്ട് എൻ്റെ മനസ്സിൽ ഒരുപാട് സ്വപ്നങ്ങളുണ്ട്. ഏതെങ്കിലും ഒരു നിമിഷം, അടുത്ത നിമിഷത്തിൽ വീണു പോകുന്നുവെങ്കിൽ ആ വീഴ്ചയിൽ എൻ്റെ എല്ലാ സ്വപ്നങ്ങളും തകർന്നടിയുകയും ആ സ്വപ്നങ്ങൾക്ക് മുഴുവനും വഴിമാറുകയും ചെയ്യുന്നൊരവസ്ഥയുണ്ട്. അത് മനസ്സിലൊരു സംഘർഷമായി നിലനിന്ന് ഒരു കട്ടിലിൽ ഞാനടക്കമുള്ള, ഒരു പക്ഷേ നിങ്ങളും ഞാനും അടക്കമുള്ള ആൾ അകാലങ്ങളിൽ കിടന്നു പോകുമ്പോൾ ആ കിടക്കുന്ന കട്ടിലിൽ അവൻ്റെ ചെവിക്കടുത്ത് അവൻ്റെ തലക്കെടുത്ത് നാം ഒന്ന് ചെവി കൂർപ്പിച്ചടുത്തിരുന്ന് കൊടുത്താൽ അയാൾ ഒരുപാട് പറയും. ആ കേട്ടുകൊടുക്കലിന് ആ പറയുന്ന ആൾ അനുഭവിക്കുന്ന ഒരു സമാധാനമുണ്ട്. അങ്ങനെ അത് കേട്ടുകൊടുത്ത് എന്തെങ്കിലുമൊക്കെ നമുക്ക് പരിഹരിച്ചു കൊടുക്കാൻ കഴിയുമെങ്കിൽ പരിഹരിച്ചു കൊടുക്കാൻ കഴിയുന്ന കാര്യങ്ങൾ പരിഹരിച്ചു കൊടുക്കാൻ ഈ ചുറ്റുവട്ടത്തുള്ള ഈ ഒരു കൂട്ടായ്മയെ കൂടി ഉപയോഗപ്പെടുത്തി നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയേണ്ടതുണ്ട് എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം. ഞാൻ പറഞ്ഞൊരു ചുരുക്കത്രയേ ഉള്ളൂ. ഇതൊരു ടീം വർക്കാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കേണ്ട ഒരു വിഷയമാണ്. ഇപ്പോൾ പറയുന്നത് കേട്ടങ്ങ് ഒരുപാട് ഗംഭീരമായിരുന്നു സംസാരം എന്ന് പറയുന്നതിലപ്പുറത്തേക്ക് ഞാനീ പറയുന്നതിൻ്റെ തുടർച്ചയായി നാളെ എനിക്കുള്ളതാണ് ആ തൊട്ടപ്പുറത്ത് ഞാൻ ഇന്ന് കണ്ട ആ ചേച്ചിയുടെ ചേട്ടൻ്റെ കട്ടിലെന്ന് ചിന്തിക്കാൻ. അതുകൊണ്ട് നാളെ എൻ്റെ പരിചരണം എൻ്റെ നാളേക്ക് വേണ്ടി എന്നുള്ളതായിരുന്നു നമ്മളൊരു ക്യാപ്ഷൻ. എന്തേ അങ്ങനെ പറയാൻ കാരണം? ഇന്നില്ലെങ്കിൽ നാളെ വീണു പോയേക്കാവുന്ന എനിക്ക് നാളെ എനിക്ക് പറ്റുന്ന, അല്ലെങ്കിൽ നാളെ ഞാൻ വീണു പോകുമ്പോൾ എൻ്റെ പ്രശ്നങ്ങളെ ഉത്തരവാദിത്വ ബോധത്തോടു കൂടി ഇടപെടുന്ന ഒരു ചുറ്റുവട്ടം എനിക്കുണ്ടോ? അങ്ങനെയുള്ള ഒരു ചുറ്റുവട്ടത്തെ രൂപീകരിക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടുള്ളോ എന്നതിനുത്തരം നിങ്ങൾ കണ്ടെത്തണം എന്നുള്ളതാണ് എനിക്ക് പറയാൻ കാണുന്നത്. പ്രായമുള്ള ഒരുപാട് കാരണവന്മാരൊക്കെ നമ്മുടെ മുന്നിലുണ്ട്. എല്ലാവരെയും ചേർത്തിട്ട് പറയുന്നത്, എത്ര പ്രായമുണ്ടെങ്കിലും പാലിയേറ്റീവ് കെയർ സംവിധാനത്തിൽ നമുക്ക് ചില റോളുകളുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത്, കേവലം ഒരു നേഴ്സിംഗ് കെയറിന് അപ്പുറത്തേക്കുള്ള നമ്മുടെ ഇടപെടൽ 75% അല്ലെങ്കിൽ 3/4 പങ്കോ
ഓരോ പ്രദേശത്തെയും കടന്നുപോയ മനുഷ്യന്റെ കട്ടിലെടുത്ത് പരിഹരിക്കാൻ കഴിയുന്ന ആളുകളാണ് നമ്മൾ ഈ ഇരിക്കുന്നവർ. ഇവിടെ നിന്ന് വരുന്ന വണ്ടിയെയും ഈ ഒരു സംവിധാനത്തെയും മാത്രം ആശ്രയിച്ചുകൊണ്ട് നമ്മുടെ രോഗികൾക്ക് കൊടുക്കുന്ന കെയർ പരിമിതപ്പെട്ടു പോകുന്നുണ്ടോ? നിങ്ങൾ ആലോചിക്കണം. ഇവിടെ നിന്ന് വരുന്ന ഈ കെയറിൽ ഒതുങ്ങുന്നുണ്ടെങ്കിൽ ആ കടന്നുപോയ ഈ കുരിക്കലാട് പ്രദേശത്ത് കുറച്ച് നാളുകളായി മരണപ്പെട്ടു പോയിട്ടുള്ള കുറേ ആളുകളുണ്ട്. ആ ആളുകളുടെ അവൾ രോഗിയായി കിടന്ന ആ ഇടവേളകളിൽ ആ കിടന്നുപോയ മനുഷ്യർക്ക് പരിഹരിക്കപ്പെടാതെ പോയ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു. അത് ആരും ആ പ്രശ്നങ്ങളെ പരിഗണിക്കപ്പെട്ടില്ല എന്നുള്ള സങ്കടകരമായ ഒരു കുറ്റബോധത്തിലാണ് നമ്മളിവിടെ ഈ സദസ്സിലിരിക്കുന്നത്. എനിക്ക് പറയാനുള്ളത്, വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയാനുള്ളത്, ഇത് ഇവിടെ നിന്ന് പുറപ്പെടുന്ന ഒരു വണ്ടിയും ഒരു ടീമും എന്നതിലപ്പുറത്തേക്ക് ഈ പ്രദേശത്തുള്ള ആളുകൾ ഇതിനെ ഏറ്റെടുക്കണമെന്ന് തന്നെയാണ് പറയുന്നത്. എൻ്റെ സാന്ത്വന പരിചരണത്തിൽ സർക്കാർ സംവിധാനം ഇപ്പോൾ ഏറ്റെടുത്ത് വളരെ ഗംഭീരമായ രീതിയിൽ സർക്കാരിൻ്റെ ഇടപെടലുകൾ ഇടക്കാലത്ത് കടന്നു വന്നിട്ടുണ്ട്. സർക്കാർ ഗ്രിഡ് എന്നൊരു സംവിധാനത്തിലൂടെ ഒരു പ്രദേശത്ത് സാന്ത്വന പരിചരണം നടത്തുന്ന എല്ലാ സംവിധാനങ്ങളെയും ഏകോപിപ്പിക്കാനുള്ള ഒരു സിസ്റ്റം കൊണ്ടുവന്നിട്ടുണ്ട്. അതിൽ പറയുന്ന ഏറ്റവും വലിയൊരു മെസ്സേജ് എന്താണെന്നറിയോ? ഓരോ പ്രാദേശിക ഏരിയകളിലും രോഗികളുടെ കാര്യങ്ങൾ ഇടപെടുന്ന ഒരുപാട് പേരുണ്ടാവണം. അങ്ങനെ ഒരുപാട് പേരുണ്ടാകുമ്പോൾ ഒരു രോഗിക്ക് ഒരു വളണ്ടിയർ, അല്ലെങ്കിൽ ഒരു കുടുംബത്തിൽ ഒരാൾ, ഒരു കടന്നുപോയ മനുഷ്യൻ്റെ തലമുടി മുതൽ കാൽപാദം വരെ പരിചരിക്കാൻ കഴിയുന്ന ഒരാളെങ്കിലും ഉണ്ടാവണം. അതിന് അറിവ് വേണം, കഴിവ് വേണം, സന്നദ്ധത വേണം, കൃത്യമായ രീതിയിലുള്ള നിലപാടുണ്ടാവണം. അങ്ങനെ ഇടപെടാൻ കഴിയുന്ന ഒരാളെങ്കിലും നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകണമെന്ന് ഈ സംവിധാനം ആഗ്രഹിക്കുന്നു. അതുകൊണ്ടാണ് സർക്കാർ ഈ സംവിധാനത്തിലേക്ക് 2008 ഇടപെട്ട് തുടങ്ങിയപ്പോൾ സർക്കാർ കണ്ടത് ആരെയാണെന്നറിയോ? നാട്ടുകാർ 1993 മുതൽ തുടങ്ങിയ സന്നദ്ധ സംവിധാനങ്ങൾ, രാഷ്ട്രീയം മറന്ന്, മതം മറന്ന്, അതൊക്കെ അവരവരുടെ ലോകത്തുണ്ട്. പക്ഷേ സാന്ത്വന പരിചരണ മേഖലയിലേക്ക് കടന്നു വരുമ്പോൾ എല്ലാതര വ്യക്തിപരമായ ചിന്തകൾക്കപ്പുറത്തേക്ക്, അവനവൻ്റെ മതപരമായ ജീവിതത്തിനപ്പുറത്തേക്ക് കിടന്നു പോകുന്നവൻ്റെ വേദനയെയും യാതനയെയും ഒരു മനുഷ്യനായ ഒരു സഹജീവിയായി കണ്ട് ഇടപെടുന്ന ഒരു സിസ്റ്റത്തെ നാട്ടിൽ രൂപപ്പെടാനും, രാഷ്ട്രീയ സംവിധാനങ്ങൾ സാന്ത്വന പരിചരണത്തെ ഇടക്കാലങ്ങളിൽ അവർ നെഞ്ചിലേറ്റി കൊണ്ടുവന്നിട്ടുണ്ട്. സ്വാഗതം ചെയ്യപ്പെടേണ്ടതാണ്. അവരുടേതായ എന്ത് താല്പര്യങ്ങളുണ്ടെങ്കിൽ പോലും ആ സംവിധാനങ്ങൾ കൂടി, സർക്കാർ സംവിധാനങ്ങൾ കൂടി ഇതിലേക്ക് കടന്നു വരാൻ നിമിത്തമായത് ഇതുപോലെ കുരിക്കലാട് പ്രദേശത്തെ നാട്ടുകാരെ പോലെ ഓരോ പ്രദേശത്തെയും നാട്ടുകാർ ഒത്തുകൂടി നാട്ടുകൂട്ടങ്ങളായി ഈ സംവിധാനത്തെ തുടക്കം കുറിച്ചതുകൊണ്ടാണ്. അതുകൊണ്ടാണ് സാന്ത്വനമേകാൻ അയാൾ കണ്ണികളായത്. അതുകൊണ്ട് ഈ ഒരു സിസ്റ്റത്തെ നമുക്ക് നമ്മുടെ നാട്ടിൽ, എൻ്റെ ഒരു സ്വാർത്ഥതയാണ് സത്യത്തിലിത്, നാളെ ഞാൻ വീണു പോകുമ്പോൾ ഈ നാട്ടിൽ, എൻ്റെ നാട്ടിലേക്ക് വന്ന്, എൻ്റെ നാട്ടിൽ എവിടെയോ കിടക്കുന്ന എൻ്റെ നാട്ടിൽ ഈ സംവിധാനം എത്ര മെച്ചപ്പെട്ടാലും ഈ നാട്ടുകാർക്കൊരു ഗുണവുണ്ടാവില്ല. ഈ നാട്ടിൽ ഈ കാര്യത്തിൽ ഇടപെടാൻ കഴിയുന്ന ഒരു ടീം ഉണ്ടാവണം. ഞാൻ അടിവരയിടുന്നു, ഒരു ടീം ഉണ്ടാകണം. ഒരു ടീമിന് മാത്രമേ ഇത്രത്തോളം കൃത്യമായ രീതിയിൽ ഒരു ടീം വർക്കായി മാത്രമേ ഇതിന് ഇടപെടുത്തി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയൂ. അല്ലെങ്കിൽ എന്ത് സംഭവിക്കും? ഏതെങ്കിലും ഒരു വ്യക്തി കേന്ദ്രീകരിച്ചുകൊണ്ട് സംവിധാനം പോകുമ്പോൾ അയാൾക്കൊരു തലവേദന വന്നാൽ ഈ സംവിധാനത്തെ ഏതെങ്കിലും രീതിയിൽ ഉലച്ചിൽ സംഭവിക്കും. മുന്നോട്ടുള്ള പ്രയാണത്തിൽ ഇത് ഗൗരവമായി ഈ നാട്ടുകാർ കാണേണ്ടതുണ്ട്. ഇത് നമ്മൾ അതീവ ഗൗരവമായി കാണേണ്ടതുണ്ട്. എങ്ങനെ മുന്നോട്ട് പോകാം, എന്തൊക്കെ ചെയ്യാമെന്ന് കൃത്യമായി നമ്മൾ ആലോചിച്ച് മുന്നോട്ട് കൊണ്ടുപോകണം. ഈ സിസ്റ്റത്തിലേക്ക് കടന്നു വരുന്ന ആളുകളോട് നമ്മൾ പറയുന്ന വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വിഷയമുണ്ട്. എന്താണെന്നറിയോ? നമ്മുടെ നിലപാടാണ്, നമ്മുടെ സമീപന രീതിയാണ്. ഈ നിലപാടുകളെ കുറിച്ച് ഇങ്ങനെ കൃത്യമായിട്ട് പറയാൻ കാരണം, സാന്ത്വന ഈ രാഷ്ട്രീയത്തിലും അല്ലെങ്കിൽ ഇതര സംഘടനകളിലൊക്കെ നമുക്ക് പല രീതിയിലും പ്രവർത്തിക്കാം. പക്ഷെ ഒരു സാന്ത്വന പരിചരണ പ്രസ്ഥാനത്തിൻ്റെ ഒരു ടീമിൻ്റെ ഭാഗമായി പ്രവർത്തിക്കുമ്പോൾ പ്രത്യേകമായ ചില കാര്യങ്ങൾ ഗൗരവമായി കാണേണ്ടതുണ്ട്. അതിന് നമ്മൾ ഗൗരവം കാണേണ്ട പ്രധാനപ്പെട്ട വിഷയങ്ങൾ, ഒരു മനുഷ്യൻ്റെ വേദനയിലാണ് നമ്മൾ ഇടപെടുന്നത്. അയാൾ എന്തുകൊണ്ട് നമ്മുടെ സഹായം ആവശ്യപ്പെടുന്ന വിധത്തിൽ ഒരു വീട്ടിൽ കടന്നുപോയത് പണമില്ലാത്തതിൻ്റെ പേരിലാണോ? അല്ല, അയാൾ അതിന് നിമിത്തമായി അങ്ങനെ ചെയ്യേണ്ടി വന്നു. അയാളുടെ സ്വകാര്യ ഭാഗങ്ങളും പോലും
ഇതുവരെ ആരും കാണാത്ത സ്വകാര്യ ഭാഗങ്ങൾ പോലും അപരൻ്റെ മുമ്പിൽ തുറന്നു കൊടുക്കേണ്ടി വന്നു. ആ മനുഷ്യൻ അവരുടെ ഒരുപാട് സങ്കടങ്ങൾ, അയാൾക്ക് പണമുണ്ടെങ്കിൽ പോലും അല്ലെങ്കിൽ പണമില്ലെങ്കിൽ പോലും ഒരുപാട് തരത്തിലുള്ള ഇതര പ്രയാസങ്ങൾ പങ്കുവെക്കപ്പെടാൻ ആളെ കാത്തു നിൽക്കേണ്ടി വന്നു. അങ്ങനെ കണ്ണിലെ പീള നീർക്കാൻ പോലും പരസഹായം ആവശ്യമുള്ള വിധത്തിൽ തൻ്റെ എല്ലാ സ്വകാര്യതകളും പോലും അവരന് മുമ്പിൽ തുറന്നു കൊടുക്കേണ്ട വിധത്തിൽ കിടക്കുന്ന ഒരു മനുഷ്യൻ, ആ മനുഷ്യനെ നമ്മൾ സമീപിക്കുമ്പോൾ, അയാളെ സമീപിക്കുമ്പോൾ അല്ലെങ്കിൽ ആ വീട്ടിലെ സ്വകാര്യതയിലേക്ക് പോലും നമ്മൾ കടന്നു ചെല്ലുമ്പോൾ ഈ വീട്ടിലേക്ക് കടന്നു പോകുന്ന നമ്മൾ ചില കാര്യങ്ങൾ ആലോചിക്കണം. നമ്മുടെ നോട്ടത്തിലും നമ്മുടെ ഭാവത്തിലും നമ്മുടെ സംസാരത്തിലും നമ്മുടെ ഇടപെടലുകളിലും ഇത്തരം വീടുകളിലേക്ക് കടന്നു ചെല്ലുമ്പോൾ വളരെ കടുത്ത ജാഗ്രത നമ്മൾ പുലർത്തേണ്ടതുണ്ട് എന്നുള്ളത് വലിയൊരു വിഷയമാണ്. ഇത് ഞാൻ പറയുമ്പോൾ നിങ്ങൾ ഇയാളെന്തിനത് പറയുന്നത് നിങ്ങൾ ആലോചിച്ചേക്കാം. അത് അതീവ ഗൗരവമായ ചില വിഷയങ്ങൾ നമുക്ക് മുമ്പിലുണ്ടായിട്ടുണ്ട്. വീടുകളിലേക്ക് രോഗിയെ കാണാൻ പോകുന്നതിന് മുമ്പ് രോഗിയെ എങ്ങനെ ഏത് രീതിയിൽ ഇടപെടണം, രോഗിയോട് ഏത് രീതിയിൽ സംവദിക്കണം, തൻ്റെ മൊബൈൽ ഫോൺ പോലും ആ വീട്ടിലെ രോഗിയുടെ നമ്പരങ്ങൾ നഴ്സിനോട് ഷെയർ ചെയ്യുമ്പോൾ തൻ്റെ മൊബൈൽ ഫോണിലൂടെ സംസാരങ്ങൾ പോലും പരസ്പരമുള്ള കൂടെ പോയ ആളുകൾ തമ്മിലുള്ള സംസാരങ്ങൾ പോലും ആഘോഷങ്ങളുടെയും ആരവങ്ങളുടെയും സ്വരത്തിലേക്കാവാതിരിക്കാനും ഈ രോഗിക്ക് പ്രയാസമുണ്ടാവുന്ന വിധത്തിലുള്ള ആരവങ്ങളോ ഏതെങ്കിലും രീതിയിലുള്ള പ്രതികരണങ്ങളോ ഇല്ലാതിരിക്കാനും അതീവ ഗൗരവമായി ശ്രദ്ധിക്കണമെന്ന് പറയുന്നു സാന്ത്വന പരിചരണ പ്രസ്ഥാനം. ഒരു വീട്ടിൽ കടന്നുപോയ രോഗിയുടെ അസഹ്യമായ ദുർഗന്ധം ഒരു പക്ഷേ ദിവസങ്ങൾ പിന്നിട്ട മലമൂത്ര വിസർജനങ്ങൾക്കുണ്ടാകുമെങ്കിൽ ഒരു പക്ഷെ അത് നീക്കുമ്പോൾ ഈ നീക്കം ചെയ്യപ്പെടുന്ന ആളുടെ നെറ്റിത്തടത്തിലേക്ക് ഈ കിടന്നുപോയ മനുഷ്യനൊരു നോട്ടമുണ്ട്. ആ നോട്ടം വല്ലാത്തൊരു നോട്ടമാണ്. എന്താ നോട്ടം? അതിദയനീയമായ നോട്ടമാണ്. ഈ പ്രവൃത്തി ചെയ്യുന്നവൻ്റെ നെറ്റിത്തളം ചുളിയുന്നുവെങ്കിൽ ആ കിടക്കുന്ന മനുഷ്യൻ്റെ കണ്ണിൽ നിന്ന് ഒരു പക്ഷെ നാം അറിയാതെ കണ്ണുനീരൊഴുകുന്നുണ്ടാവും. അതുകൊണ്ടാണ് ഇഷ്ടപ്പെട്ട് ചെയ്യുന്നതാണ് സാന്ത്വന പരിചരണം എന്ന് പറയാൻ കാരണം. കഷ്ടപ്പാടിൻ്റെ ഒരു സ്വരം അവിടെ ഉണ്ടാവരുതെന്ന് പറയാനുള്ള കാരണം അതൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ കടന്നുപോയ മനുഷ്യനോട് സ്നേഹത്തിൽ ചേർത്ത് നിർത്തിക്കൊണ്ടുള്ള ഒരു കൂട്ടിരിപ്പും ഒരു പരിചരണവും കൊടുക്കാൻ നമ്മുടെ നേഴ്സുമാരെ പഠിപ്പിച്ചിട്ടുള്ളത്. അവർക്ക് കൃത്യമായ രീതിയിലുള്ള പരിശീലനം കൊടുത്തുള്ളത്. അതേ പരിശീലനം ഇവരോട് എങ്ങനെ ഇടപെടണമെന്ന് നമ്മളെ ഓരോരുത്തരും നമ്മൾ പഠിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ പഠിക്കേണ്ടത്, നമ്മൾ ആ രീതിയിൽ അവരുമായി സംവദിച്ച് ഇനിയും കാണണമെന്ന ആഗ്രഹത്തോടു കൂടി നമ്മുടെ ഒരു നോട്ടത്തിന് വേണ്ടി ആ കിടക്കുന്ന മനുഷ്യൻ നിങ്ങൾ എപ്പോൾ വരൂ എന്ന് വിളിച്ചു ചോദിക്കുന്നിടത്തേക്ക് ആ കിടക്കുന്ന മനുഷ്യനും ഈ വന്ന മനുഷ്യനും തമ്മിലൊരു ബന്ധം, ഒരു റാപ്പോ ബിൽഡ് ചെയ്യാൻ നമുക്ക് കഴിഞ്ഞോ, അത് രൂപപ്പെടുത്താൻ കഴിഞ്ഞോ എങ്കിൽ നാം ഓരോരുത്തരുമാണ് ഏറ്റവും പ്രിയപ്പെട്ട വേണ്ടർ. എൻ്റെ പ്രിയപ്പെട്ട കുടുംബാംഗത്തെക്കാളേറെ ഏതോ ഒരച്ഛനും അമ്മയ്ക്കും അല്ലെങ്കിൽ ഒരു വാപ്പാക്കും അമ്മയ്ക്കും ജനിച്ച ഒരു മനുഷ്യൻ പ്രിയപ്പെട്ടവനായി തീരുന്നു ഒരു കിടന്നുപോയവനെങ്കിൽ അവനെ കാണണം എന്ന് അവസാനത്തെ ആഗ്രഹം പറഞ്ഞവരുണ്ട്. കിടന്നുപോയ മനുഷ്യർ, രോഗിയായി കിടന്ന മനുഷ്യനുണ്ടല്ലോ, അവസാനം മരണവെപ്രാളത്തിൽ പറഞ്ഞു അവനെ ഒന്ന് വിളിച്ചു വരുത്തൂ, എനിക്കവനെ ഒന്ന് കണ്ടിട്ട് വേണം കണ്ണടയ്ക്കാൻ എന്ന് പറഞ്ഞവരുണ്ട്. കിടന്നുപോയവരിൽ പലരും. എന്തേ അതിനുള്ള കാരണം? ആ വന്നുപോയ ആ പ്രിയപ്പെട്ടവന് വലിയ സൗന്ദര്യമുള്ളത് കൊണ്ടൊന്നുമല്ല. ആ മനുഷ്യ സാമീപ്യവും അവൻ്റെ കൂട്ടിരിപ്പും ആ കിടന്നുപോയ മനുഷ്യന് കിട്ടിയ വല്ലാത്തൊരു സൗഭാഗ്യമുണ്ട്, ഒരു സന്തോഷമുണ്ട്. അപരൻ്റെ ഹൃദയത്തിൽ ഒരിടം നേടാൻ നമുക്ക് എത്ര പേർക്ക് കഴിയുന്നുവോ അവരാണ് ഈ സംവിധാനത്തിൽ ഉണ്ടാവേണ്ടത്. അങ്ങനെയുള്ള ആളുകളാൽ സമ്പന്നമായ ഒരിടമായി നമ്മുടെ സിസ്റ്റം മാറേണ്ടതുണ്ട്. തൻ്റെ ജീവിതത്തിൻ്റെ തിരക്ക് പിടിച്ച നിമിഷങ്ങളിൽ ഒരു സമയമെങ്കിലും, കുറച്ച് സമയമെങ്കിലും ഈ ഒരു സംവിധാനത്തിലേക്ക് മാറ്റിവെക്കുന്ന ആളുകൾ ഉണ്ടാവണം. ഒപ്പം ചേർത്ത് പറയാനുള്ളത്, അവരൻ്റെ സങ്കടങ്ങളും പ്രയാസങ്ങളും ദുഃഖങ്ങളും വിറ്റ് കാശാക്കുന്നൊരു ലോകത്താണ് ഇന്ന് നമ്മൾ ജീവിക്കുന്നത്.
കഷ്ടപ്പാടിനെ സമൂഹത്തിന് മുമ്പിൽ വിളിച്ചു കാണിച്ച് ചിത്രങ്ങൾ കാണിക്കുന്ന ലോകത്തിനപ്പുറത്തേക്ക് അവരെൻ്റെ സങ്കടങ്ങളെ വിറ്റ് കാശാക്കുമ്പോൾ ആലോചിക്കേണ്ട ഒരു വിഷയം കൂടിയുണ്ട്. നാളെ ഞാനാകാം ഇങ്ങനെ കടന്നു പോകുന്നെന്ന് നമ്മൾ ചിന്തിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് ദുരിതമനുഭവിക്കുന്നവന് കൊടുക്കുന്ന ഓരോ സഹായങ്ങളും ആരും അറിയാതെ സ്വകാര്യമായ ലോകത്ത് അവൻ്റെയും കുടുംബത്തിൻ്റെയും അന്തസ്സും അഭിമാനവും സംരക്ഷിക്കപ്പെടുന്ന വിധത്തിൽ ഇത്തരം ആളുകൾക്ക് വിതരണം ചെയ്യാനും കൊടുക്കാനും സാന്ത്വന പരിചരണ സംവിധാനം നമ്മോട് പഠിപ്പിച്ചത്. കിടന്നുപോയതിൻ്റെ അടുത്ത് പോയിരുന്ന് അവന് സാന്ത്വന പരിചരണം കൊടുക്കുമ്പോൾ നമുക്ക് ഇപ്പോൾ സമൂഹത്തിൽ ഏറ്റവും വ്യാപകമായി നിലനിൽക്കുന്ന ഒന്നാണല്ലോ സ്റ്റാറ്റസ്. ഞാൻ ഇന്നലെ ഈ ഇന്ന ആളെ പോയി കണ്ടു എന്ന് പറഞ്ഞാൽ അയാൾ അടുത്തു നിന്നൊരു ഫോട്ടോ എടുത്ത് പിറ്റേന്നത്തെ സ്റ്റാറ്റസ് ഇടുന്നവൻ്റെ ചെവിക്ക് പിടിക്കണമെന്ന് പാലിയേറ്റീവ് കെയർ നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട്. അവൻ ഈ സംവിധാനത്തിന് വേണ്ട. ഞാനിതിൻ്റെ ആളാണെന്ന് പറഞ്ഞ് സമൂഹത്തിലെ ഏതെങ്കിലും തരത്തിൽ സ്വാർത്ഥമായ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ, വ്യക്തിപരമായ താല്പര്യങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവന് ഈ ഒരു സംവിധാനത്തിൽ വലിയ സ്ഥാനമൊന്നും നമ്മൾ കൊടുക്കാറില്ല. സാന്ത്വന പരിചരണ പ്രസ്ഥാനം പഠിപ്പിച്ച വേറൊരു പാഠമുണ്ട്. എന്താണെന്നറിയോ? പണിയെടുക്കുന്നവനെ ഈ സിസ്റ്റത്തിൽ ഏതൊരു സ്ഥാനവും ഏറ്റെടുക്കാനുള്ള വകുപ്പുള്ളൂ. പണിയെടുക്കുക എന്ന് പറഞ്ഞാൽ എന്താ? ഏതെങ്കിലും ഒരു രോഗിയുടെ പ്രശ്നങ്ങളിൽ ഇടപെടാൻ ഈ അബ്ദുൽ മജീദിന് സമയമില്ലെങ്കിൽ, അല്ലെങ്കിൽ അതിന് സമയം കണ്ടെത്തുന്നില്ലെങ്കിൽ, എനിക്ക് ഒരു സമൂഹത്തിന് മുമ്പിൽ എഴുന്നേറ്റ് നിന്ന് രോഗീ പരിചരണത്തെക്കുറിച്ച് സംസാരിക്കാനുള്ള യോഗ്യതയില്ല എന്ന് ഈ പ്രസ്ഥാനം നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട്. ഇത് ഏറ്റവും പ്രസക്തമാണ്. ഇതാണ് ഇതിൻ്റെ 1-ാമത്തെ തീയതി മുതൽ സാന്ത്വന പരിചരണത്തിൽ തുടക്കം കുറിച്ച് പ്രവർത്തിക്കുന്ന, ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന ഓരോരുത്തരും അവർ ഇന്നും അന്നും എന്നും നമ്മോട് പറഞ്ഞു തരുന്നത്. അതുകൊണ്ടാണ് ഈ സിസ്റ്റത്തിലേക്ക് ആളുകൾ കടന്നു വരുന്നത്. ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും സുതാര്യമാണ്, ഇതിൻ്റെ പ്രവർത്തനങ്ങൾ സുതാര്യമാണ്. കൃത്യമായ രീതിയിലുള്ള സുതാര്യമായ ഒരു പ്രവർത്തന രീതി ആയിരിക്കണം ഇതിൽ. ഇവിടെ ഏതെങ്കിലും 1-2 ആളുകൾ ഇവിടെ മാസത്തിൽ എത്ര രൂപ ചെലവഴിക്കുന്നു എന്ന് ചോദിച്ചാൽ ഉത്തരം പറയാവുന്നവർ, അല്ലെങ്കിൽ ഏത് രീതിയിൽ ഇതിൻ്റെ വരുമാനം പോകുന്നു, കഴിഞ്ഞ മാസത്തെ വരവ് ചെലവ് കണക്ക് എത്രയെന്ന് ചോദിച്ചാൽ കൈവക്കാൻ കഴിയുന്നവർ എത്ര പേരുണ്ട്? എല്ലാവരും ഉണ്ടാവണം. കാരണം അതിൻ്റെ പ്രവർത്തനങ്ങൾ, ഈ സിസ്റ്റത്തിൻ്റെ പ്രവർത്തനങ്ങൾ അങ്ങനെയാവണം. അങ്ങനെയാവണമെങ്കിൽ ഇപ്പം ഇതും കേട്ടങ്ങ് കടന്നു പോയാൽ പോരല്ലോ. ഇതിൻ്റെ അകത്ത് കയറി വന്ന് ഈ കൂട്ടായ്മയിൽ നിലനിൽക്കേണ്ടതുണ്ട്. ഇതിൻ്റെ പ്രവർത്തന മേഖലയിൽ കൂടെ നിൽക്കേണ്ടതുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതിൻ്റെ തുടർച്ചയായി 1-2 കാര്യങ്ങൾ കൂടി സൂചിപ്പിക്കുകയാണ്. ഇത് ഈ ഒരു സിസ്റ്റത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് കേരളത്തിൽ ഇത് തുടങ്ങി ഈ പ്രവർത്തനം സമൂഹം ഒന്നിച്ചേറ്റെടുക്കാനും ഈ സർക്കാർ പോലും വളരെ വിശാലമായി ചിന്തിക്കാനും ഒക്കെ തുടങ്ങാനുള്ള കാരണം എന്തേ? കാരണം അത്രയ്ക്ക് പൊതുസമൂഹം അംഗീകരിക്കുന്ന വിധത്തിൽ കേരളം ലോകത്തിന് തന്നെ മാതൃകയാവുന്ന വിധത്തിൽ സാന്ത്വന പരിചരണത്തെ മുന്നോട്ട് കാണിച്ചത് ആ സിസ്റ്റത്തിൻ്റെ ഒരു നിലപാടും ഒരു സമീപന രീതിയുമാണ്. അതെന്തുകൊണ്ടെന്ന് വെച്ചാൽ കിട്ടുന്നവന് ഏറ്റവും ഹൃദ്യമായി അത് അനുഭവപ്പെട്ടു. അവർക്ക് മരുന്നും സൗകര്യങ്ങളും കിട്ടുന്നതിനപ്പുറത്തേക്ക് ഏറ്റവും സ്നേഹപൂർവമായ സാമീപ്യമുള്ള, ഏറ്റവും കൃത്യമായി ഇടപെടുന്ന കുറച്ചാളുകളുടെ സാന്നിധ്യം അവർക്കുണ്ടായി. അതുകൊണ്ട് തന്നെ നാളെ ഞാൻ മരിച്ചു പോകുമ്പോൾ, ഞാൻ ഈ ലോകത്തുനിന്ന് വിട പറഞ്ഞാലും എൻ്റെ കുടുംബത്തെ താങ്ങാൻ ഇവരുണ്ടാകുമല്ലോ എന്നൊരു മനസ്സമാധാനം ഈ കിടക്കുന്ന പലർക്കും, അല്ലെങ്കിൽ ഈ ലോകത്തുനിന്ന് വിട പറഞ്ഞു പോയ പലർക്കും സാധ്യമാക്കി കൊടുക്കാൻ ഈ പ്രസ്ഥാനത്തിന് കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് കേരളത്തിൽ ഇത്രയും വിപുലമായ രീതിയിൽ ഈ പ്രസ്ഥാനം മുന്നോട്ട് കൊണ്ടുപോയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ആ നിലപാട് കൃത്യമായി അന്നും ഇന്നും ഇത് നിലനിർത്തുന്നത്. എല്ലാ മനുഷ്യർക്കും ചേർന്ന് നിന്ന് പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു പ്രവർത്തനം, എല്ലാവർക്കും പരസ്പരം പങ്കുവെക്കാൻ കഴിയുന്ന ഒരു പ്രവർത്തനം, താൻ എന്താണോ ചെയ്യുന്നത് അത് മറ്റുള്ളവർക്ക് പകർന്നു നൽകുക, തൻ്റെ പ്രവർത്തനം കൊണ്ട് തന്നെ അംഗീകരിക്കുക. നമ്മളിപ്പോൾ അഹമ്മദ്ക്കാക്ക് നമ്മൾ മൊമെൻറ്റോ കൊടുത്തു, അയാൾ നമ്മൾ അംഗീകരിച്ചു. എന്തേ? അദ്ദേഹത്തിൻ്റെ സമയത്തിൻ്റെ ഒരു ഭാഗം ഇതിനു വേണ്ടി അദ്ദേഹം ആത്മാർത്ഥമായി പ്രവർത്തിച്ചു. ഇങ്ങനൊരു അവാർഡിന് വേണ്ടി ആയിരുന്നു അയാളുടെ പ്രവർത്തനമെങ്കിൽ പാലിയേറ്റീവ് കെയറിൽ നമ്മൾ ആ രീതിയെ പ്രോത്സാഹിപ്പിക്കുന്നില്ല. പക്ഷേ നമ്മൾ കണ്ടറിഞ്ഞ് തിരിച്ചറിഞ്ഞ് ആ മനുഷ്യന് കിട്ടേണ്ട അർഹതപ്പെട്ട ഒരു അംഗീകാരമാണ് ഈ സദസ്സിൽ
അവാർഡുകൾ ചോദിച്ചു വാങ്ങുന്ന ലോകത്ത് ഇത്തരത്തിൽ അംഗീകാരങ്ങൾ നമ്മൾ അർഹതപ്പെട്ടവർ അവരെ കിട്ടുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ നമ്മുടെ മുമ്പിലുള്ള ഒരു സാഹചര്യം. ഞാൻ പറയുന്നത് അവാർഡിന് വേണ്ടിയോ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയോ സാന്ത്വന പരിചരണ പ്രസ്ഥാനത്തിൽ ഒരാളെയും ക്ഷണിക്കുന്നില്ല എന്നുള്ളതാണ്. കാരണം എന്താണെന്നറിയോ? എവിടെയോ ഏതോ ഒരു ഷെഡിൽ ഏതോ ഒരു മനുഷ്യൻ ഒരുപാട് യാതന അനുഭവിക്കുന്നത് കൊണ്ടാണ് അബ്ദുൽ മജീദിനും ഈ വലിയൊരു സദസ്സിന് മുമ്പിൽ ഒരുപാട് സംസാരിക്കാൻ, അല്ലെങ്കിൽ ഇതിൻ്റെ സംഘാടകർക്ക് ഇതിന് വലിയൊരു പരിപാടിയായി പബ്ലിസിറ്റി കൊടുക്കാനോ കഴിയുന്നത്. എത്ര അഹങ്കരിക്കാൻ കഴിയും നമുക്ക്? ഇതിൻ്റെ പേരിൽ എത്ര അഹങ്കരിക്കാൻ കഴിയും നമുക്ക്? കഴിയില്ലല്ലോ, കഴിയില്ല. ഒരു നിലക്കും നമുക്കത് കഴിയില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു സിസ്റ്റത്തെ പ്രവർത്തിക്കുന്നവരുടെ ഒരു കൂട്ടായ്മയായി മാറാനും വലിയൊരു ടീം ഒരു ഗ്രൂപ്പായി പ്രവർത്തിച്ച് മുന്നോട്ട് പോകാനും ഈ സിസ്റ്റം സമൂഹത്തോട് പറയുന്നതും നമ്മൾ ആ രീതിയിൽ പ്രവർത്തിക്കുന്നതും. അപ്പം എനിക്ക് പറയാനുള്ളത്, ഈ വന്ന ഓരോരുത്തരും നിങ്ങളുടെ മുഖത്ത് നിങ്ങൾ ഈ കാര്യങ്ങൾ ഓരോന്നും കേട്ട് പിരിഞ്ഞു പോകുന്നതിന് മുമ്പ് ആലോചിക്കേണ്ട ചില വിഷയങ്ങളുണ്ട്. ഇവിടെ ഈ ഒരു സിസ്റ്റമുണ്ട്. ഞാൻ മുമ്പ് പറഞ്ഞൊരു വിഷയമാണ്. ഈ സിസ്റ്റം ഏറ്റവും കൃത്യമായ രീതിയിൽ സംവിധാനിച്ചു വെച്ചിട്ടുള്ള, ഈ നാട്ടിലെ ആളുകൾ ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള ഒരു ഫിസിയോതെറാപ്പി ഉൾപ്പെടെയുള്ള ഏറ്റവും പുതിയ ടെക്നോളജികൾ ഉൾപ്പെടെയുള്ള ഒരു സിസ്റ്റത്തെ ഇവിടെ രൂപപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ഇത് ആളുകൾക്ക് നാട്ടിലെല്ലാവർക്കും കൊടുക്കുന്നു. ആളുകളോട് അതിനൊരു വിഹിതം വാങ്ങുന്നു. പാലിയേറ്റീവ് കെയർ സംവിധാനത്തിന് സേവനം കൊടുത്ത് പരസ്പരം കൂലി വാങ്ങുന്നൊരു സിസ്റ്റമല്ല പാലിയേറ്റീവ് കെയർ. കൃത്യമായി ഈ സിസ്റ്റം ഇവിടെ നമുക്ക് പണം വാങ്ങേണ്ടി വരുന്നത് ജനങ്ങൾ ആ രീതിയിൽ ഈ സിസ്റ്റത്തിലേക്ക് ഇതിൻ്റെ ഭാഗമായി ഒരു ഗ്രൂപ്പ് ഇല്ലാത്തത് കൊണ്ടാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ സിസ്റ്റത്തെ നമുക്ക് എങ്ങനെ മാറ്റിയെടുക്കാൻ കഴിയും? ഈ നാട്ടിലെ എല്ലാ കടന്നുപോയ മനുഷ്യരുടെ അടുത്തും ഈ സംവിധാനം എത്തണം. പണമുള്ളവൻ ഈ സിസ്റ്റത്തെ സൗജന്യമായി സഹായിക്കണം. പലരും സഹായിക്കുന്നുണ്ടാവും. പണമില്ലാത്തവന് പൂർണ്ണമായും ഫ്രീ ആയി കൊടുക്കണം. നമ്മുടെ സിസ്റ്റം പറയുന്നു പരിചരണത്തിന് പകരം പണം വാങ്ങുന്ന രീതി നമ്മുടെ പാലിയേറ്റീവ് കെയർ സിസ്റ്റത്തിൽ പറ്റില്ല എന്ന് പറയുന്നു. ആ സിസ്റ്റം ആ രീതിയിലേക്ക് കൊണ്ടുപോകാൻ ഒരു വീട്ടിൽ പോയി പരിചരണം ചെയ്ത് കൊടുത്ത് അവർക്ക് തിരികെ ഒന്നും വാങ്ങാതെ തിരികെ വരുമ്പോൾ ആ വീട്ടുകാർ ചിന്തിക്കും, ഈ സിസ്റ്റത്തിൽ മാസത്തിൽ ഇത്രയും ലക്ഷം രൂപ ചെലവില്ലേ, എന്തെങ്കിലും ഇതിന് കൊടുക്കേണ്ടതില്ലേ? നാം പ്രതീക്ഷിക്കുന്ന തുകയുടെക്കാളും ഇരട്ടി തുക ഒരുപക്ഷെ നമുക്കിവിടെ എത്തും, ഉറപ്പായിട്ടെത്തും. അങ്ങനെ എത്തണം എന്ന് പറയാൻ അങ്ങനെ ഒരു സംവിധാനത്തിൻ്റെ ഭാഗമാണ് ഞാൻ. എനിക്കറിയാം ആളുകൾ വാരിക്കോരി തരുന്നുണ്ട് സംവിധാനത്തിന്, ലക്ഷങ്ങൾ ചെലവുള്ള സാന്ത്വന പരിചരണ സംവിധാനത്തിന് പൊതുസമൂഹം കയ്യഞ്ഞ് സഹായിക്കുന്നതുകൊണ്ടാണ് ഈ നാട്ടിൽ ഇത്തരം സംവിധാനങ്ങൾ, കോടിക്കണക്കിന് രൂപയുടെ സാന്ത്വന പരിചരണ സംവിധാനങ്ങൾ നമ്മുടെ ചുറ്റുവട്ടങ്ങൾ പലയിടങ്ങളിലും നടക്കുന്നുണ്ട്. ഒരുപാട്, ഒരു മാസത്തിൽ തന്നെ 1 കോടിയോളം ലക്ഷക്കണക്കിന് 80-90 ലക്ഷം രൂപയോളം കോഴിക്കോട് ജില്ലയിലെ നമ്മുടെ കമ്മ്യൂണിറ്റി പാലിയേറ്റീവ് കെയർ സിസ്റ്റങ്ങൾക്ക് ഒരു മാസത്തിൽ ചിലവാക്കുന്ന ഏകദേശം കണക്കുണ്ട്, കൃത്യമായ കണക്കല്ല, ലക്ഷങ്ങൾ എന്ന് മാത്രം പറഞ്ഞാൽ മതി. ഇത് ഞാൻ പറയാൻ കാരണം പണമല്ല നമുക്ക് മുമ്പുള്ള പ്രശ്നം. ആളുകളെ ഈ രീതിയിലേക്ക് ഇടപെടാനും കൃത്യമായി പണം ആൾ തരും. എന്തുകൊണ്ട് എങ്ങനെ തരും? ഞാൻ നേരത്തെ പറഞ്ഞു, ഒരു മാസം ഇവിടെ ചെലവഴിക്കുന്ന തുക ആർക്ക് വേണ്ടി? ഈ രോഗികൾക്കും ഇവരുടെ വീടുകളിൽ ഇവർക്ക് വേണ്ട സൗകര്യം ചെയ്യാനും നേഴ്സുമാർക്കും മറ്റുള്ള സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കാൻ ഇതിൻ്റെ ചെലവിലേക്ക് ആവശ്യമുള്ള തുക ഒരു മാസം എത്ര രൂപ ചെലവ് വരും? ആ ചെലവിലേക്ക് എൻ്റെ പോക്കറ്റിൽ നിന്നൊരു വിഹിതം ഞാൻ കൊടുക്കേണ്ടതുണ്ട് എന്ന് ഓരോരുത്തർക്കും സ്വയം ബോധ്യം വരുന്ന വിധത്തിൽ ഓരോരുത്തരും അതിൻ്റെ ഒരു പങ്ക് നിർവഹിക്കട്ടെ. ഇത് ഒരാളോട് പണം ചോദിക്കാൻ ഒരിക്കലാണ് പാലിയേറ്റീവ് കെയറിലേക്ക് പണം തരണമെന്ന് ചോദിക്കാൻ ആർക്കാ അതിനുള്ള യോഗ്യത? സ്വന്തം പോക്കറ്റിൽ നിന്ന് ഒരു വിഹിതം കൊടുത്തവനെ അത് ചോദിക്കാൻ പോകാൻ പാടുള്ളൂ നമ്മൾ പഠിപ്പിച്ചത്. പറഞ്ഞത് മനസ്സിലാകുന്നുണ്ടോ? വാങ്ങാൻ കുറേ ആളുകളും കൊടുക്കാൻ വേറെ കുറേ ആളുകളല്ല. എൻ്റെ അടുത്ത് 100 രൂപ കൊടുക്കാനുള്ള വകയേ ഉള്ളെങ്കിൽ ആ 100 മതി, അല്ലെ 50 മതി. പക്ഷെ എൻ്റെ ഒരു വിഹിതം ഈ സിസ്റ്റത്തിന് കൊടുത്തിട്ട് അടുത്ത ആളോട് കൂടി ചോദിക്കുന്ന രീതിയാണോ? ഈ സിസ്റ്റത്തിൽ പ്രവർത്തിക്കുമ്പോൾ ഈ പ്രവർത്തന മേഖല ഇതിൻ്റെ ചെലവുകൾ സുതാര്യമാണോ? ഇതിൻ്റെ ഒരാൾ സ്വന്തമായ താല്പര്യങ്ങൾക്ക് വേണ്ടി ഇതിൻ്റെ ഒരു സംവിധാനം ഉപയോഗപ്പെടുത്തുന്നില്ല. സുതാര്യമായ ഒരു സിസ്റ്റമാണോ ഇത്? ഇത് നാട്ടുകാർ കാണുമ്പോൾ സ്വാഭാവികമായും ഈ സിസ്റ്റത്തിന് പണം തരും. അതിലേക്ക് നമ്മൾ എത്തിക്കണം. അങ്ങനെ സ്വയം ഇതിലേക്ക് പണം കൊണ്ട് സഹായിക്കുന്നതും അതുപോലെ നമ്മുടെ മാൻ പവർ, ശാരീരിക
പിന്തുണ ലഭ്യമാക്കുകയൊക്കെ ചെയ്യുന്ന ഒരു കൂട്ടം ആളുകളെ നമ്മളിവിടെ കൃത്യമായ രീതിയിൽ ഇവിടെ രൂപപ്പെട്ടു വരണം. കേട്ടുപോകുന്നതിലപ്പുറത്ത് അങ്ങനെ തന്നെ വരണം. അതിന് ആദ്യം എന്ത് വേണം? എന്താണ് ഈ സിസ്റ്റം? ഈ സിസ്റ്റത്തിൽ എനിക്കെന്ത് ചെയ്യാൻ പറ്റും? പ്രായമുള്ള ഈ കാരണവന്മാരെ മുന്നിൽ വെച്ച് ഞാൻ പറയുന്നു, ഓരോരുത്തർക്കും ഈ ഒരു വിഷയത്തിൽ ഓരോ റോള് നിർവഹിക്കാൻ പറ്റും. ഹോം കെയർ എല്ലാ ദിവസവും നേഴ്സിൻ്റെ കൂടെ പോകാൻ എല്ലാവർക്കും കഴിഞ്ഞെന്ന് വരില്ല. എൻ്റെ വീടിൻ്റെ തൊട്ടപ്പുറത്ത് കിടക്കുന്ന ഒരു മനുഷ്യന് എങ്ങനെയെങ്കിലും വേച്ചെങ്കിലും അയാളുടെ കട്ടിൻ്റെ അടുത്ത് പോയി ഇത്തിരി നേരം ഇരുന്ന് കൊടുക്കാൻ ഈ കാരണവർക്ക് കഴിയല്ലോ. നമുക്ക് ഓരോരുത്തർക്കും കഴിയില്ല. നമ്മുടെ ഒഴിവ് കിട്ടുന്ന ഏതെങ്കിലും ഒരു സമയം 24 മണിക്കൂറും ഇതിൻ്റെ ആളായി പ്രവർത്തിക്കാനല്ല ആരെയും ക്ഷണിക്കുന്നത്. തൻ്റെ ആഴ്ചയിൽ ഒരു നിശ്ചിത മണിക്കൂർ അല്ലെങ്കിൽ ദിവസത്തിൽ ഏതെങ്കിലും ഒരു സമയം ഈ ഏതെങ്കിലും ഒരു മനുഷ്യൻ്റെ വേദന കേൾക്കാൻ സമയം നമ്മൾ ചെലവഴിക്കുമ്പോൾ പല റിസൾട്ടുണ്ട്. അതുകൊണ്ട് ചെറുതൊന്നല്ല. എന്താ കാരണം എന്നറിയോ? അങ്ങനെ അവരൻ്റെ വേദനകൾ കേൾക്കുമ്പോൾ എന്ത് കൂലി കിട്ടുമെന്ന് ചോദിക്കുന്നവരോട് പറയാനുള്ളൊരു മറുപടി ഉണ്ട്. എന്താ കൂലി? മറ്റുള്ളവൻ്റെ വേദന കേൾക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കിട്ടിയ സൗഭാഗ്യത്തെക്കുറിച്ച് നമ്മൾ തിരിച്ചറിയാം. ഞാൻ എത്രത്തോളം ഭാഗ്യവാനാണ് എന്ന് ഇന്നലെ രാത്രി മണിക്കൂറുകളോളം ഉറങ്ങാൻ കഴിയാത്ത മനുഷ്യനെക്കുറിച്ച് നമ്മളറിയുമ്പോഴാണ് സുഖമായി കിടന്നിറങ്ങി എഴുന്നേറ്റ് വന്ന അയാളെ കട്ടിനെടുത്ത് വരുമ്പോൾ നമുക്ക് മനസ്സിലാവുക. ഒരുപാട് കാര്യങ്ങൾ, പല കാരണങ്ങളുണ്ട്. നമുക്ക് പരിഹരിക്കാൻ കഴിയുന്ന വളരെ ചെറിയ പ്രശ്നങ്ങൾ, നമുക്ക് പരിഹരിക്കാൻ കഴിയുന്ന കാര്യങ്ങളാണ് അവർക്കുള്ളത്. വേദന സംഹാരി ഗുളികകൾ പാലിയേറ്റീവ് കെയർ സംവിധാനത്തിലുണ്ട്. കൊടിയ വേദന കൊണ്ട് പൊളയുന്ന മനുഷ്യർ, എനിക്കറിയാവുന്ന ആളുകളുടെ പേര് ഞാൻ പറയുന്നില്ല, എനിക്കറിയാവുന്ന എൻ്റെ പ്രദേശത്തുള്ള ഒരു സുഹൃത്ത് മെനയാന്ന് രാത്രിയിൽ കൊടുത്ത വേദന കൊണ്ട് പൊളയുന്നു. ആ വിവരമറിഞ്ഞ് നമ്മുടെ പാലിയേറ്റീവ് കെയർ സിസ്റ്റം ഇടപെടുന്നു. അവർ വേദന സംഹാരി ഇന്നലെ രാവിലെ മുതൽ തുടങ്ങുന്നു. ഇന്നലെ രാത്രിയിൽ ആ മനുഷ്യൻ കിടന്നുറങ്ങി എന്ന വിവരം ഇന്ന് രാവിലെ നമുക്ക് കിട്ടുന്നു. ചെലവ് വളരെ പരിമിതമായ വളരെ ചെറിയൊരു തുകയുടെ ഗുളിക ആ മനുഷ്യന് സമയത്തിന് എത്തിച്ചു കൊടുത്തപ്പോൾ ആ മനുഷ്യന് വേദനരഹിതമായ ഒരു രാപ്പകൽ സമ്മാനിക്കാൻ ഈ സിസ്റ്റത്തിന് കഴിഞ്ഞുവെങ്കിൽ എത്ര പേരുണ്ട് വേദന കൊണ്ട്, പലതരത്തിലുള്ള വേദനകൾ കൊണ്ട്, ശാരീരിക വേദനകൾക്കപ്പുറത്തേക്ക് മനസ്സിൻ്റെ മറ്റു തരത്തിലുള്ള വേദനയും പലർക്കും ഉണ്ട്. കുടുംബാംഗങ്ങൾ തമ്മിൽ പിണങ്ങി നിൽക്കുന്നവരുണ്ട്. അല്ലെങ്കിൽ വീട്ടിലെ മക്കളുടെ ഭാവിയെക്കുറിച്ച് ആലോചിച്ച് ആശങ്കപ്പെടുന്നവരുണ്ട്. തൻ്റെ വരാനിരിക്കുന്ന ലോകത്തെക്കുറിച്ച് ചിന്തിക്കുന്നവരുണ്ടാവാം. തനിക്ക് പൂർത്തീകരിക്കപ്പെടാൻ കഴിയാത്ത ഒരുപാട് കാര്യങ്ങൾ ഇനി എന്ത് ചെയ്യുമെന്നറിയുന്നവരുണ്ട്. അടുത്ത മഴക്കാലം വരുമ്പോഴേക്കും ഈ പൊട്ടിപ്പൊളിഞ്ഞ വീട് എന്താകുമെന്ന് ആകുലപ്പെടുന്നവരുണ്ട്. പഠനവും വിദ്യാഭ്യാസ രംഗത്തൊക്കെ മുന്നോട്ട് പോകുന്ന തൻ്റെ മക്കളെക്കുറിച്ച് ഓർക്കുന്നവരുണ്ട്. വീടിൻ്റെ നെടുന്തൂണായിരുന്ന ഞാൻ പോയപ്പോൾ ഈ വീട്ടിലെ ഭക്ഷണത്തിൻ്റെ ഇനി മുന്നോട്ടുള്ള കുടുംബത്തിൻ്റെ അവസ്ഥ എന്താകുമെന്ന് ചിന്തിക്കുന്നവരുണ്ട്. എത്രയെത്ര മനുഷ്യർ ഒന്നുമില്ലാത്ത, ഇതൊക്കെ അവിടെ വേറെ മാറ്റിവെക്കാം. നമുക്ക് കൊട്ടാര സമാനമായ വീട്ടിൽ മക്കളെല്ലാ സൗകര്യങ്ങളും ഒരുക്കിക്കൊടുത്ത വീട്ടിലേക്ക് കഴിച്ചുള്ളൂ നിങ്ങൾ. ഇത് ഒരു ഭാഗത്ത് അവിടെ നിൽക്കട്ടെ. ഇല്ലാത്തവനും പ്രയാസപ്പെടുന്ന ആ വീട്ടിലേക്ക് ചെന്നാൽ ആ വീട്ടിലുമില്ല ആ മനുഷ്യന് ഒരുപാട് സങ്കടങ്ങൾ. അകാലങ്ങളിൽ വീണുപോയ ഇത്തരത്തിലുള്ള സമ്പന്ന വീടുകളിലെ ആളുകൾ പോലും അനുഭവിക്കുന്ന പ്രശ്നങ്ങൾക്ക് ഒരാളെ കിട്ടാൻ അവരും കാത്തു നിൽക്കുന്നുണ്ട്. ഒരു പക്ഷേ ഇവരെക്കാളേറെ പ്രയാസപ്പെടുന്നവർ അവരായിരിക്കും. ഞാൻ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ. ഈ ഒരു ലോകത്ത് അതീവ ജാഗ്രതയോടുകൂടി സമൂഹം ഏറ്റവും ഗൗരവമായി ഏറ്റെടുക്കേണ്ട ഒരു സംവിധാനമാണ് സാന്ത്വന പരിചരണം എന്ന് മനസ്സിലാക്കുകയും ഈ സംവിധാനത്തിന് ഏറ്റവും ചെറിയ തോതിലുള്ള നാം ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഇപ്പോൾ ഏതെങ്കിലും രീതിയിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഹോം കെയർ എന്നതിലപ്പുറത്തേക്ക്, അത് ചെറിയ കാര്യമാണെന്നല്ല ഞാൻ സൂചിപ്പിക്കുന്നത്, വീടുകളിൽ ചെന്ന് പരിചരണം എന്നതിലപ്പുറത്തേക്ക് നമ്മുടെ ഒരു ടീം വർക്കായി, ഒരു ഗ്രൂപ്പായി ഈ കിടക്കുന്ന രോഗിയുടെ വീടുകളിൽ ഇവരനുഭവിക്കുന്ന ഈ പ്രശ്നങ്ങൾക്കൊക്കെ ഇവരുടെ ആളായി നിന്നുകൊണ്ട് ഈ സിസ്റ്റത്തിലേക്ക് ഒരു പക്ഷേ വിളിക്കാനും ഇവരുടെ പ്രശ്നങ്ങളെ മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും ആ രോഗിക്കൊരാൾ അവൻ്റെ കട്ടിലെടുത്തുണ്ടാവണം. പാലിയേറ്റീവ് കെയറിലെ നേഴ്സിൻ്റെ അടുത്തേക്കുള്ള ഫോൺ കോൾ വിളിക്കാൻ പരിമിതിയുണ്ട്. നട്ടപ്പാതിരയ്ക്കും രാത്രി 12 മണിക്കും ഞായറാഴ്ചകളിലും ആ വീട്ടിലെ രോഗിക്ക് വേദനയ്ക്ക് വ്യത്യാസമൊന്നും ഉണ്ടാവില്ല. അപ്പോഴൊക്കെ
അവരുടെ പ്രശ്നങ്ങൾ ഒരു പക്ഷേ വീട്ടിൽ ആരുമില്ലെങ്കിൽ പോലും തൊട്ടപ്പുറത്തെ വീട്ടുകാരനായ ഒരുത്തൻ്റെ നമ്പറെങ്കിലും ഈ കാര്യങ്ങൾ ഇടപെടുന്ന രീതിയിൽ ഉണ്ടാവണം. അങ്ങനെ ഉണ്ടാവണമെങ്കിൽ ഈ കാര്യത്തിൽ ഇടപെടാൻ കഴിയുന്ന ഒരാളായി മാറുകയും വേണം. ഒരു വീട്ടിൽ നമുക്കറിയാവുന്ന വേറൊരു വിഷയമുണ്ട്. ഒരു വീട്ടിൽ ഒരാൾ രോഗിയായി കിടന്നാൽ ആ കിടക്കുന്ന രോഗിക്ക് ചുറ്റും അയാളുടെ കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായ ധാരണയുള്ള ഒരാൾ ആ വീട്ടിലുണ്ടെങ്കിൽ അയാൾക്ക് കിട്ടുന്ന കെയറിൽ വലിയ വ്യത്യാസം ഉണ്ടാവും, പരിചരണത്തിൽ വ്യത്യാസം ഉണ്ടാവും. അന്തസ്സുറ്റ പരിചരണം ഓരോ കിടന്നുപോയ മനുഷ്യനും കിട്ടണമെന്നാണ് പറയുന്നത്. ഇത് കിട്ടണമെങ്കിൽ ഈ വീടുകളിൽ ഈ കെയറിനെക്കുറിച്ച് കൃത്യമായ ധാരണ, പരിചരിക്കാൻ കൃത്യമായ ധാരണയുള്ള ആളുകൾ ഉണ്ടാവണം. അങ്ങനെയുള്ള ആളുകൾ ഉണ്ടാവണമെങ്കിൽ ഇതിന് കൃത്യമായ അറിവും കഴിവും ധാരണയും ഉണ്ടാവണം. പരിശീലനം വേണം. പരിശീലനത്തിന് നേരുണ്ടോ എന്നാ ചോദ്യം. നേരുണ്ടാവണം. നേരെ ഉണ്ടായാൽ എവിടെയാണ് ഇതിൻ്റെ ഗുണമെന്നോ, കുരുക്കിലാട് പാലിയേറ്റീവ് കെയറിൻ്റെ വണ്ടി പോകണമല്ലോ, ഞാൻ അതുകൊണ്ട് പരിശീലന ക്ലാസ്സിൽ വരുന്നില്ല എന്ന് ആരും തീരുമാനിക്കണ്ട. എനിക്ക് വയസ്സ് ആയില്ലേ, ഇനി എന്ത് പരിശീലനമൊന്നും ആരും ചിന്തിക്കണ്ട. ഇതിനൊക്കെ മറുപടി എന്ന് പറയുന്നത്, ഞാനും എൻ്റെ കൂടപ്പിറപ്പും ഒറ്റയ്ക്കാവുന്ന വീട്ടിലെ ഏതെങ്കിലും ഒരു നട്ടപ്പാതിരാക്കി തൻ്റെ കൂടപ്പിറപ്പിനൊരു പ്രയാസം വന്നാൽ ആ കൂടപ്പിറപ്പിനെ സപ്പോർട്ട് ചെയ്യാനും എനിക്ക് കിട്ടിയ ഈ പരിശീലനം കൊണ്ട് ഗുണമുണ്ടാവും. കൃത്യമായ നേഴ്സിംഗ് കെയറിൽ കൃത്യമായ പരിശീലനം പാലിയേറ്റീവ് കൊടുക്കുന്നുണ്ട്. മൂത്രത്തിന് ട്യൂബിട്ട മനുഷ്യൻ മരിച്ചാൽ നമ്മൾ ആ ട്യൂബ് മരണപ്പെട്ട് കഴിഞ്ഞാൽ നീക്കം ചെയ്യാൻ നേഴ്സിനെ തേടി പോകുന്ന കാലമായിരുന്നു പണ്ടെങ്കിൽ. ഇപ്പം അതിന് പോകേണ്ട ആവശ്യമില്ലല്ലോ. തൊട്ടപ്പുറത്തൊരു പരിശീലനം സിദ്ധിച്ച നേഴ്സുണ്ടെങ്കിൽ, ഒരു വൾണ്ടർ ഉണ്ടെങ്കിൽ കൃത്യമായ അവർക്ക് ഇടപെടാൻ കഴിയും. അവരുടെ എല്ലാ പരിചരണവും ഓക്സിജൻ കോൺസെൻട്രേറ്റർ കണക്ട് ചെയ്ത് കൊടുക്കാനും, എയർ ബെഡ് കണക്ട് ചെയ്ത് കൊടുക്കാനും, അവരുടെ റൈസ് ട്യൂബിലൂടെ വെള്ളം കൊടുക്കാനും, അവരുടെ ബെഡ്ഷീറ്റ് വേദന അറിയാതെ മാറ്റിക്കൊടുക്കാനും, ആയാ കിടക്കുന്ന മനുഷ്യൻ്റെ തൊട്ടപ്പുറത്തുള്ള അയാളെ പരിചരിക്കുന്ന ഒരാൾ കൃത്യമായ പരിശീലനമുള്ള ആളാണെങ്കിൽ, വളണ്ടർ പരിശീലനമുള്ള ആളെങ്കിൽ അയാൾക്ക് കഴിയും. അങ്ങനെയുള്ള ആളുകൾ നമ്മുടെ നാട്ടിൽ വേണ്ടേ? നമ്മുടെ നാട്ടിൽ ഈ ഇത്തരത്തിലുള്ള ആളുകൾ വേണ്ടേ? നിങ്ങൾ തന്നെ പറയണം. ആവശ്യമല്ലേ? അങ്ങനെയുള്ള ആളായി നമ്മൾ മാറേണ്ടേ? അങ്ങനെ ആളായി മാറണമെങ്കിൽ കൃത്യമായ പരിശീലനം വേണം. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ഞാൻ നേരത്തെ പറഞ്ഞു വെച്ചത്. എങ്ങനെ സംസാരിക്കണം, എപ്പോൾ സംസാരിക്കണം, എങ്ങനെ ഇടപെടണം. നമ്മുടെ നോട്ടം കൊണ്ട്, നമ്മുടെ ഭാവം കൊണ്ട്, നമ്മുടെ സംസാരം കൊണ്ട്, എല്ലാം കൊണ്ടും ഒരു കിടന്ന മനുഷ്യന് സമാധാനം ഉണ്ടാക്കി കൊടുക്കാൻ കഴിയും. നോട്ടം എങ്ങനെ ആവണം, ഇടപെടൽ എങ്ങനെയാവണം, എന്ത് സംസാരിക്കണം, എങ്ങനെ സംസാരിക്കണം, എന്ത് സംസാരിക്കരുത് എന്നുള്ള കുറേ കാര്യങ്ങളുണ്ട്. ഇത് അതീവ ഗൗരവമുള്ളതാണ്. അങ്ങനെ ഇടപെടാനും കൃത്യമായ രീതിയിൽ ഇത്തരം ആളുകളോട് സംസാരിക്കാനും കഴിയുന്ന ഒരാളായി ഓരോരുത്തരും മാറുമ്പോൾ നമ്മളെ തൊട്ടപ്പുറത്തുള്ളവൻ അതിൻ്റെ ഗുണഫലം കിട്ടും. നമുക്കല്ല കിട്ടാം. നമ്മളോരോരുത്തരും ഇതിനാളായി മാറുമ്പോൾ നമ്മുടെ കൂടപ്പിറപ്പോ അയൽവാസിയായ തൊട്ടപ്പുറത്തുള്ളവന് ഈ ഗുണം കിട്ടും. അതുകൊണ്ട് ഈ നാട്ടുകാരായ നമുക്ക് ചെയ്യാനുള്ള ഏറ്റവും വലിയ ദൗത്യം, നമ്മുടെ മക്കൾ, നമ്മുടെ യുവാക്കളായ നമ്മുടെ ആളുകൾ, പ്രായമുള്ള ആളുകളോട് മാത്രമല്ല എനിക്ക് പറയാനുള്ളത്, എല്ലാവരും, സ്ത്രീകളും കുട്ടികളും ഒക്കെ അടങ്ങുന്ന ഒരു ടീം, ഈ ആളുകൾ ചെറിയ ചെറിയ സംഘങ്ങളായി ഈ സംവിധാനത്തിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് പഠിക്കാനും, ഇവിടെയുള്ള ഈ ഹോം കെയർ ടീമിൻ്റെ കൂടെ ഇവർ പോയി പരിചരിക്കുന്ന വീട്ടിൽ മാസത്തിലെ ഏതെങ്കിലും ഒരു ദിവസത്തെ അരമണിക്കൂറേ ഇവർക്ക് ഇടപെടാൻ കഴിയൂ. അതിനപ്പുറത്തുള്ളൊരു സമയമുണ്ട്. ആ സമയത്തും ഒറ്റയ്ക്കോ അല്ലെങ്കിൽ സംഘമായോ വൾണ്ടർമാർ മാത്രമായി അവരെ പോയി കാണാൻ, അങ്ങനെ കാണുമ്പോൾ ഈ പറയാൻ ബാക്കി വെച്ച ഒരുപാട് കാര്യങ്ങൾ അവർക്കുണ്ട്. ആ ബാക്കി വെച്ച കുറേ കാര്യങ്ങൾ അതൊന്ന് കേട്ടുകൊടുക്കാൻ ഇവരുടെ വീടുകളിലേക്ക്, തൊട്ടപ്പുറത്തെ വീടുകളിലേക്ക് പോകുന്ന വിധത്തിൽ ഈ കുരുക്കിലാടിൻ്റെ ഓരോ ചെറിയ ഏരിയകളിലും ഓരോ ടീം ഉണ്ടാകുന്നിടത്തേക്ക് നമുക്ക് ചിന്തിക്കാൻ കഴിയുമോ എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും പ്രസക്തമായൊരു ചോദ്യം. അങ്ങനെ ഉണ്ടാവണം. ഞാൻ അന്നും പറഞ്ഞൊരു വാക്കുണ്ട്, ഇത് നാളെ നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി വരുന്നുള്ള ഉറപ്പാണ്, ഒരു സംശയമില്ല. ഞാൻ എൻ്റെ യൂണിറ്റിൽ, എൻ്റെ പാലിയേറ്റീവ് കെയർ സംവിധാനത്തിൽ
അവിടുത്തെ ഒരു വളണ്ടറായി പ്രവർത്തിച്ചതിൻ്റെ എൻ്റെ ഒരു അനുഭവം നിങ്ങളോട് പറയാനുള്ളത്, ഇതിൻ്റെ ഒരു റിസൾട്ട് എൻ്റെ വ്യക്തിപരമായി ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. ഞാൻ വീണുപോയ സമയത്ത് എനിക്ക് എൻ്റെ പാലിയേറ്റീവ് കെയർ യൂണിറ്റ് ഫലപ്രദമായി ഉപയോഗിക്കാൻ, അല്ലെങ്കിൽ അവർ എന്നെ സഹായിക്കാൻ അവർ ഓടിയെത്തിയിട്ടുണ്ട്. എൻ്റെ കുടുംബത്തിൽ എൻ്റെ ഉമ്മ അടക്കമുള്ള, എൻ്റെ മാതാക്കളടക്കമുള്ള, ഞങ്ങളുടെയൊക്കെ കുടുംബാംഗങ്ങളടക്കമുള്ള ആളുകൾക്ക് പലതരത്തിൽ എൻ്റെ സംവിധാനത്തെ ഉപയോഗപ്പെടുത്താൻ കഴിഞ്ഞിട്ടുണ്ട്. ഇത് നമുക്ക് ഓരോരുത്തർക്കും കഴിയും. ആ കഴിയുന്നത് ഇവിടെ ഇപ്പോഴുള്ള ഈ ഒരു സിസ്റ്റത്തെ ഏറ്റവും ശക്തമായി നിലനിൽക്കണം. ഇതിൻ്റെ ചെലവ് നമ്മളെല്ലാവരുടെയും വിഹിതമായി നമ്മൾ ഇതിൽ ഡൊണേഷനായി നമ്മൾ കൊടുക്കണം. മാസത്തിൽ എത്ര പൈസ എൻ്റെ സംവിധാനത്തിന് ഞാൻ കൊടുക്കുമ്പോൾ നമ്മൾ തീരുമാനിക്കണം. അതിൻ്റെ വീട്ടിൽ രോഗിയെ നോക്കുന്നതിന് കൂലിയല്ല, ഈ സംവിധാനം ഇവിടെ നിലനിൽക്കണം. അതിൻ്റെ ചെലവ് ഓരോ സംവിധാനത്തിനും നമുക്ക് നൽകാം. പണമുള്ളവനോട് നമുക്ക് ഫിസിയോതെറാപ്പിയിലൊക്കെ നിശ്ചിത തുക വാങ്ങാം, അതിനൊന്നും ഒരു കുഴപ്പമില്ല, അത് വാങ്ങേണ്ടി വരും. പണമുള്ള ആളുകൾ, ഇല്ലാത്ത ആളുകളുണ്ടെങ്കിൽ അവരെ നമുക്ക് സൗജന്യം കൊടുക്കേണ്ടി വരും, അവരെ നമ്മൾ സ്പോൺസർ ചെയ്യിപ്പിക്കേണ്ടി വരും. ഇതൊക്കെ നമുക്ക് ചെയ്യാം. അക്കൂട്ടത്തിൽ ഇത് നമ്മുടേതായി കുറച്ച് ആളുകൾ ഏറ്റെടുക്കണം. ഇപ്പം ഇത് നടത്തിക്കൊണ്ടുപോകുന്ന ആർക്കെങ്കിലും ചെറിയൊരു പ്രയാസം നേരിട്ടാൽ ഈ സിസ്റ്റം മുന്നോട്ട് ആര് കൊണ്ടുപോകുന്നുള്ള ഗൗരവമായ ഒരു ആലോചന നടത്തണം. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ്. ഇതിവിടെ നിലനിൽക്കണ്ടേ? ഈ നാട്ടിൽ ഏറ്റവും കാര്യമായി നിലനിൽക്കേണ്ടത് ഒന്ന് തന്നെയാണിത്. ഇവിടെ ഇതിൻ്റെ സംഘാടക സംവിധാനം എന്നോട് പറഞ്ഞിട്ടുള്ളത്, ഇവിടെ ജാതിയും മതവും രാഷ്ട്രീയവും നോക്കാതെ പ്രവർത്തിക്കുന്ന ഒരു ടീമാണ്. അത് നിങ്ങൾക്കും അതറിയാമെന്ന് എനിക്ക് തോന്നുന്നത്. അങ്ങനെ തന്നെ അത് പോകുന്നത്. അങ്ങനത്തെ ഒരു ടീം, അങ്ങനെയുള്ള ഒരു സംവിധാനം ഏതൊരു നാട്ടിൽ നിലനിൽക്കുന്നുവോ അത് നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം വലിയൊരു കാര്യം തന്നെയാണ്. മറ്റെല്ലാ കാര്യങ്ങളും മറന്ന് അങ്ങനെയുള്ളൊരു ടീം ഇവിടെ നിലനിൽക്കണം. എല്ലാവരും ഇത് ഞങ്ങളുടേത് കൂടിയാണ് എന്ന് പറയുന്നിടത്തേക്ക് നമുക്കിതിനെ കൊണ്ടുവരണം. ഇതൊരു വാടക കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന സംവിധാനത്തെ നമുക്ക് സ്വന്തമായി നമ്മുടെ ഒരു സിസ്റ്റമായി ഇതിനെ തരാൻ ആളുകളുണ്ടാവും. ഇതിനെ സഹായിക്കാൻ ചുറ്റുവട്ടങ്ങളിൽ ആളുണ്ട്. ആ ആളുകളെ കണ്ടെത്തി അവർ സഹായിക്കട്ടെ. പണമുള്ളവൻ്റെ സൗകര്യങ്ങളൊക്കെ വാങ്ങണം. ശാരീരം കൊണ്ട് കഴിയുന്നവൻ്റെ മാൻ പവർ ഉപയോഗപ്പെടുത്തുക എന്നുള്ളത് ഒന്നാമത്തെ ദൗത്യമായി നമ്മൾ ഏറ്റെടുക്കണം. എന്നിട്ട് എല്ലാ ആളുകളും ഒരു രോഗിക്കെങ്കിലും അവൻ്റെ പ്രശ്നങ്ങളിൽ ഒന്ന് കൂടെ ഇരുന്ന് കൊടുക്കാൻ, ഒന്നുമില്ലെങ്കിൽ അടുത്തിരുന്ന് എന്താടാ നിൻ്റെ പ്രശ്നം, എന്തൊക്കെ ഉണ്ട് എന്ന് ചോദിച്ചിട്ടൊന്ന് കൈത്തലങ്ങൾ ഒന്ന് തടവി ഒന്ന് അടുത്തിരുന്ന് ഒന്ന് കേൾക്കാൻ തയ്യാറായ മൊബൈൽ ഫോണിൻ്റെ സൗണ്ട് ഇത് ഒന്ന് സൈലൻ്റാക്കി ഒന്നങ്ങ് ഇരുന്ന് കൊടുത്താൽ, ഒന്നും നിങ്ങൾ ചെയ്യണം, നിശബ്ദമായി ഇരുന്ന് കൊടുത്താൽ അപ്പുറത്ത് കിടക്കുന്നു കരയുകയായിരിക്കും. ഒരു പക്ഷേ കരഞ്ഞോട്ടെ, അയാൾ കരഞ്ഞു തീരോളം നിശബ്ദതയിൽ നമ്മളൊന്ന് മുഖത്തേക്ക് നോക്കി ഇരുന്ന് കൊടുത്താൽ, അയ്യോ പാവമൊന്നും വേണ്ട, അത് നമുക്കില്ല കേട്ടോ. സാന്ത്വന വചനത്തിൽ അയ്യോ പാവവും സഹതാപവും ഒന്നും വേണ്ട. ആ മനുഷ്യൻ്റെ പ്രശ്നങ്ങളെ തൻ്റേതായി കണ്ടുകൊണ്ട് ആ മനുഷ്യൻ അടുത്തൊന്നിരുന്ന് കൊടുത്താൽ, അയാൾ കരഞ്ഞു തീരുവോളം അടുത്തിരുന്ന് കൊടുത്ത് എന്ന് എഴുന്നേറ്റ് പോവുക മാത്രം ചെയ്താൽ പോലും ആ മനുഷ്യന് കിട്ടുന്ന ഒരു വല്ലാത്തൊരു സമാധാനമുണ്ട്. മരിക്കുന്നതിന് മുമ്പ് കട്ടിലിന് മുകളിൽ കിടക്കുന്ന ഒരുപാട് പേർക്ക് ഒരുപാട് പറയാനുണ്ട്. സത്യല്ലേ? ഒരുപാട് പറയാനുണ്ട്. അവർ കിടക്കുന്നവരുണ്ട്, ഇരിക്കുന്നവരുണ്ട്, തൻ്റെ തൊട്ടപ്പുറത്ത് ഒരുപാട് പേരുണ്ട്. ആ പറയാനുള്ളത് കേൾക്കാൻ കഴിയുന്ന ഒരാളായി നമ്മൾ മാറിയാൽ നമ്മൾ ഈ ലോകത്ത് ജീവിച്ചു എന്നുള്ളത് സാർത്ഥകമാകും. അത് ഏറ്റെടുക്കണം. നമ്മുടെ മക്കളെ കൂടി നമ്മൾ വിളിച്ചെടുക്കണം. കുട്ടികൾ കുറച്ച് പേരൊക്കെ ഈ കൂട്ടത്തിലുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. പുതുതലമുറയെ കൂടി നമുക്ക് വിളിച്ചു ചേർക്കണം. അവർ പോകുന്ന തെറ്റായ വഴിയിലൂടെ എല്ലാം തകർന്നു പോയി എന്ന് പറയുന്നതിലപ്പുറത്തേക്ക് ശരിയായ മാതൃക കാണിച്ചു കൊടുത്ത് നമ്മളെ മക്കളെ കൂടി, നമ്മുടെ പുതിയ തലമുറയെ കൂടി നമ്മൾ കൈപിടിച്ച് മുന്നോട്ട് കൊണ്ടുപോകണം. എന്നിട്ട് ആ തൊട്ടപ്പുറത്ത് തൻ്റെ പ്രിയപ്പെട്ടവരുടെ മാലിന്യം കാണുമ്പോൾ അയ്യേ എന്ന് മാറുന്നതിനപ്പുറത്തേക്ക്, അത് താൻ സ്വന്തമായി വൃത്തിയാക്കിയ ഒരു മനുഷ്യനാണല്ലോ എൻ്റേത്, അങ്ങനെ കണ്ട് അത് വൃത്തിയാക്കി കൊടുക്കാൻ കഴിയുന്ന ഒരു ഉത്തരവാദിത്വ ബോധമുള്ള ഒരു ചുറ്റുവട്ടത്തെ രൂപപ്പെടുത്തിയെടുക്കാൻ നമ്മൾ ഓരോരുത്തരും ശ്രമിക്കണം എന്നുള്ളതാണ് ഈ ചുരുങ്ങിയ സമയം കൊണ്ട് നിങ്ങളോട് പറയാനുള്ളൊരു വിഷയം. അതിനുള്ള ഒരു കാര്യം നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഒരുപാട് യോഗങ്ങൾ, ക്ലാസ്സുകൾ കൂടി ഒരുപാട് കാര്യങ്ങൾ കേട്ട് ഗംഭീരമായിരുന്നു കേട്ടോ അയാൾ പറഞ്ഞത് എന്ന് പറയുന്നതിലപ്പുറത്തേക്ക് ഇതിന് പ്രാക്ടിക്കൽ സൈഡുണ്ട്.
2 ഒത്തുകൂടലുകൾക്കിടയിലുള്ള ഇടവേളകളിൽ ഞാൻ അന്ന് വന്ന 2 വർഷങ്ങൾക്ക് മുമ്പ് വന്ന ഈ 2 ആ ഒരു ഇടക്കാലം ഉണ്ടല്ലോ, എത്ര ആൾ ഈ കുരുക്കിലാൾ മരിച്ചിട്ടുണ്ടാവും? ഒരുപാട് ആൾ മരിച്ചില്ലേ ഇല്ലേ? ഇവിടെ നിന്ന് കെയർ കിട്ടിയ ആൾ മരിച്ചു പോയിട്ടുണ്ട്. ആ കെയറിന് അപ്പുറത്തേക്ക് കൂടി അയാൾക്ക് പലതും വേണ്ടിയിരുന്നു. നമ്മളെ ഈ ടീം പോകുമ്പോൾ നേഴ്സുമാരോട് ചോദിച്ചാൽ അവർ പറയും അവർക്ക് എന്തോ വേറെയും കുറേ പറയാനുണ്ട്. ഇത് പാലിയേറ്റീവ് കെയറിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മെസ്സേജ് തന്നെ അതാണ്. ഈ മെഡിക്കൽ കെയറിനപ്പുറത്തേക്ക് ആ മനുഷ്യന് അതിനപ്പുറത്തേക്ക് വേറെ ഒരുപാട് പറയാനുണ്ട്. ഒരുപാട് പ്രശ്നങ്ങൾ അയാൾക്കും അയാളുടെ കുടുംബത്തിനുമുണ്ട്. ആ പ്രശ്നങ്ങളെ കൂടി അഡ്രസ്സ് ചെയ്ത് മുഴുവൻ തീർത്തു കൊടുക്കുന്ന ടീമല്ല നമ്മൾ, നമുക്കത് കഴിയില്ല. പക്ഷേ കഴിയുന്ന കാര്യങ്ങൾ നമുക്ക് പരിഹരിച്ചു കൊടുക്കാൻ കഴിയുന്ന ഒരു ഇടപെടൽ നടത്തുന്നിടത്തേക്ക് നമ്മൾ ചിന്തിക്കണം. കേട്ടുപോകരുത്, നിങ്ങളിത് കേട്ടുപോകരുത്, നമുക്കിരിക്കണം. ഇതിൻ്റെ സെക്രട്ടറി സ്വാഗതം പറഞ്ഞ സമയത്ത് പറഞ്ഞിട്ടുണ്ട് ഇനിയും ക്ലാസ്സുകൾ സംഘടിപ്പിക്കണം. ഞാനിതിന് ഒരു തുടക്കം എന്ന നിലയിൽ ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞുള്ളൂ. നിങ്ങൾ വന്നിരിക്കണം. എന്തിനായിരിക്കുന്നത്? നട്ടപ്പാതിരക്ക് രാത്രി 12 മണിക്ക് എൻ്റെ കൂടപ്പിറപ്പ് രോഗിയായി കിടക്കുന്ന ആരുമില്ല എൻ്റെ വീട്ടിൽ, ഞാനും എൻ്റെ ഭാര്യ കൂടപ്പിറപ്പേ ഉള്ളൂ. ആ മനുഷ്യന് ഒരു പ്രശ്നം നേരിട്ടാൽ ഒന്നും വേണ്ട, മരണമാണ് വരുന്നതെങ്കിൽ മരണാസന്ന രോഗിയെ എങ്ങനെ പരിചരിക്കണമെന്ന് പാലിയേറ്റീവ് കെയറിൽ പഠിപ്പിക്കുന്നുണ്ട്. അത് നമുക്ക് ഗുണമായിത്തീരും. ഒരുത്തൻ്റെ മൂത്രത്തിൻ്റെ ട്യൂബിന് ബ്ലോക്ക് വന്നിട്ട് വയറ് വീർത്ത് വന്നു. ആ ട്യൂബ് വലിച്ചാൽ കിട്ടൂല. ആ ട്യൂബ് എങ്ങനെ റിമൂവ് ചെയ്യുമെന്ന് പഠിച്ചൊരാൾ കൂടെ ഉണ്ടെങ്കിൽ അയാൾക്ക് ആ കിടക്കുന്ന മനുഷ്യന് അയാളുടെ ഓക്സിജൻ കോൺസെൻട്രേറ്റർ പോലുള്ള ഉപകരണങ്ങൾ അയാൾ തൊട്ടടുത്തുണ്ടാവും, എയർ ബോൾഡ് പോലുള്ള സംവിധാനങ്ങളുണ്ടാവും. ഈ പരിചരണ സംവിധാനങ്ങളൊക്കെ എങ്ങനെ പ്രവർത്തിപ്പിക്കണമെന്ന് പഠിച്ചാൽ ആ മനുഷ്യന് വേദന അറിയാതെ അയാളുടെ ബെഡ്ഷീറ്റ് എങ്ങനെ മാറ്റണമെന്ന് പഠിച്ചാൽ, കണ്ണിലെ പീള നീക്കേണ്ടത് എങ്ങനെയെന്ന് പഠിച്ചാൽ, എല്ലാറ്റിനും അപ്പുറത്തേക്ക് ആ കൊടിയ വേദനയിൽ കിടന്ന് വേദനയുടെ കാഠിന്യം കൊണ്ട് പൊളയുമ്പോഴും ആ മനുഷ്യന് വേണ്ട രീതിയിലുള്ള എമ്പതറ്റിക്കലായിട്ടുള്ള ഒരു സപ്പോർട്ട് കൊടുക്കാൻ എത്ര പേർക്ക് കൂടെ നിൽക്കാൻ കഴിയുമെന്ന് നമ്മൾ ആലോചിക്കുന്നത്. അങ്ങനെയുള്ള ഒരാളായി ഞാൻ മാറിയാൽ അതെനിക്ക് നാളെ എൻ്റെ കുടുംബത്തിന് ഫലപ്രദമായ രീതിയിലുള്ള റിസൾട്ട് ഉണ്ടാവും. അതുകൊണ്ട് കുരുക്കിലാട് പാലിയേറ്റീവ് കെയറിൻ്റെ ആളായി ഇതിനെ ലോകം മുഴുവൻ അറിയപ്പെടുന്ന ഒരു സംവിധാനമായി മാറ്റുക എന്ന അജണ്ടക്കപ്പുറം അതവിടെ നിൽക്കട്ടെ. അതിനപ്പുറത്ത് ഈ മണിക്കൂറുകൾ ഏറ്റവും തിരക്കിട്ട ആളുകളാണല്ലോ വന്നവർ. ഒരുപാട് ജീവിതത്തിൽ തിരക്ക് പിടിച്ചാലാണ് നമ്മൾ ഓരോരുത്തരും നാം ഉപയോഗപ്പെടുത്തിയ ഈ വിലപ്പെട്ട മണിക്കൂറുകൾ ഒരു ചിന്തക്ക് തുടക്കമാവണം. ആ ചിന്ത എന്ന് പറയുന്നത് ഈ പാലിയേറ്റീവ് സംവിധാനത്തെ മെച്ചപ്പെടുത്താനല്ല, ഈ സംവിധാനം ഈ നാട്ടിൽ നിലനിൽക്കുന്നത് വഴി നാളെ ഞാൻ ഏത് നട്ടപ്പാതിരക്കും എൻ്റെ തൊട്ടപ്പുറത്തുള്ള വീട്ടിൽ ഏത് നട്ടപ്പാതിരക്കും എനിക്കും എൻ്റെ കുടുംബത്തിനും ആരെങ്കിലും ഒരാൾ കിടന്നു പോയാൽ അയാൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാക്കാൻ ഇവിടത്തേക്ക് വിളിച്ചാൽ ഈ സിസ്റ്റം ഉണ്ടാകുമെന്ന് മനസ്സുകൊണ്ട് ഉറപ്പിച്ച് കിടക്കാൻ കഴിയണം. നാളെ ഞാൻ വീണു പോയാൽ എൻ്റെ ഈ സിസ്റ്റം, കുഴിക്കാടില്ലാടുള്ള ഈ സിസ്റ്റം, എൻ്റെ അടുത്ത് പണമില്ലെങ്കിൽ പോലും എന്നെ നോക്കാൻ, എന്നെ കാര്യങ്ങളിൽ ഇടപെടാൻ ഈ സിസ്റ്റം ഇവിടെ നിലനിൽക്കുന്നുണ്ടെന്ന സമാധാനത്തോടു കൂടി നാളെ എപ്പോഴാണ് വീണു പോകാമെന്നറിയില്ല. ഞങ്ങളാരെയും പേടിപ്പിക്കാൻ പറയില്ല, എപ്പോഴും വീണു പോയേക്കാം. 26 വയസ്സ് പ്രായമുള്ള ഒരു ചെറുപ്പക്കാരന് RCCയിൽ ഇപ്പോൾ കീമോതെറാപ്പി കഴിഞ്ഞ് സർജറി കഴിഞ്ഞ് കാലിൻ്റെ തുടയലിന് സർജറി കഴിഞ്ഞ് കിടക്കുന്നുണ്ട് നമ്മുടെ നാട്ടുകാരൻ. എൻ്റെ നാട്ടിൽ ബന്ധപ്പെട്ട ഏറ്റവും നല്ല സുന്ദരനായ ഒരു ചെറുപ്പക്കാരൻ, അവൻ ഇപ്പോൾ അവിടെ കട്ടിലിൻ്റെ മുകളിൽ കിടക്കുകയാണ്. മാസങ്ങളോളം ഇനിയും കീമോതെറാപ്പി ചെയ്യണം, കിടക്കുകയാണ്. അതുപോലെ എത്രയെത്ര കഥകൾ, ഞാനതൊന്നും വിശദീകരിക്കുന്നില്ല ഇവിടെ. എത്രയെത്ര സംഭവങ്ങൾ എപ്പോഴും ഏത് സമയത്തും ആവാം. അപ്പോൾ പുതിയ ലോകത്ത് പുതിയ പുതിയ രോഗങ്ങൾ പലതരത്തിലും നമ്മെ വന്ന് വലിഞ്ഞു മുറുക്കുമ്പോൾ, അകാലങ്ങളിൽ വിട പറയുന്നവരുടെ എണ്ണം കൂടുമ്പോൾ, ഒരുപാട് കാലം ദീർഘകാലം കിടക്കുന്നു പോകുന്നവരുടെ എണ്ണം നാൾക്ക് നാൾ കൂടുമ്പോൾ, പ്രായമായവരുടെ ശതമാനം 1/3 പോലും 4-5 വർഷം കഴിയുമ്പോഴേക്കും ആകെ ജനസംഖ്യയുടെ 1/3 പ്രായമുള്ളവരാകാനുള്ള സാധ്യതയുണ്ടെന്ന് കണക്കുകൾ പറയുമ്പോൾ, ഒക്കെ നമുക്ക് ചുറ്റുവട്ടത്ത് ഇതൊക്കെ കാണുമ്പോൾ 90% ആളുകൾ ഏതെങ്കിലും തരത്തിലുള്ള വേദന അനുഭവിച്ച് മരിക്കുമെന്ന് പറയുമ്പോൾ അവരുടെ വേദനയ്ക്ക് ശമനമായി ശാന്തമായി ഒന്നുറങ്ങാൻ, വേദനരഹിതമായി ഒന്നുറങ്ങാൻ, രോഗം ഒരു പക്ഷെ മാറിയില്ലെന്ന് വരാം, രോഗത്തിനും
അവരുടെ മരണത്തിനിടയിലുള്ള ഒരു ഇടവേളയുണ്ടല്ലോ, ആ ഇടവേളയിൽ ശാന്തമായി വേദനരഹിതമായ ഒരു രാപ്പകൽ സമ്മാനിക്കാൻ, കൂട്ടിരിപ്പിന് അവരുടെ കൂടെ അവരുടെ കാര്യങ്ങൾ കൃത്യമായി ഇടപെടാൻ കഴിയുന്ന ഒരു കൂട്ടിരിപ്പുണ്ടാവാൻ, കൃത്യമായ ഭക്ഷണവും അതുപോലെ ഇടപെടലുകളുമൊക്കെ ഉണ്ടാവാൻ, അവരുടെ അന്തസ്സും അഭിമാനവും ഒരു നിലക്കും ചോർന്നു പോവാത്ത വിധത്തിലുള്ള ഒരു സഹവാസവും കൂടെയുള്ള ആളുകളുടെ സാന്നിധ്യവും ഉണ്ടാവാൻ ആളുകൾ ഇത്തരത്തിലുള്ള ധാരണയും അറിവും ഉണ്ടാക്കുന്ന രീതിയിലുള്ള നിരന്തരമായ കൂടിയിരിപ്പുകളും ഒത്തുകൂടുകളും നമുക്ക് നടത്തണം. ഇന്ന് നിങ്ങൾ ഇവിടെ നിന്ന് പിരിഞ്ഞു പോകുമ്പോൾ എൻ്റെ കൂടെ ഒന്നും വേണ്ട, ഞാൻ നേരത്തെ വീണ്ടും പറഞ്ഞത് ആവർത്തിക്കുകയാണ്, എൻ്റെ വീട്ടിലുള്ള എൻ്റെ കൂടപ്പിറപ്പുകൾക്ക് എന്തെങ്കിലും ആ വീട്ടിൽ വെച്ച് നാളെ അവർ കടന്നു പോകുമ്പോൾ അവരെ പരിചരിക്കാനെങ്കിലും പഠിക്കാൻ ഈ സംവിധാനത്തിൻ്റെ പരിശീലന സംവിധാനത്തിലേക്ക് ഞാൻ കടന്നു വരുമെന്ന് നിങ്ങൾ പ്രതിജ്ഞ ചെയ്യണം. അങ്ങനെ പ്രതിജ്ഞ ചെയ്ത് നമുക്കിതിനെക്കുറിച്ച് പഠിക്കണം. ഇനി ഒരുപാട് പഠിക്കാൻ, ഞങ്ങളൊക്കെ ഇപ്പോഴും പാലിയേറ്റീവ് കെയറിനെ കുറിച്ച് ഒരുപാട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, എവിടെയും എത്തിയിട്ടില്ല. നമുക്കിതൊക്കെ അറിയാമെന്ന് പറയാൻ കഴിയില്ല. അറിയാത്ത ഒരുപാട് കാര്യങ്ങൾ പലപ്പോഴും നമുക്കുണ്ട്. നമ്മെ കുഴക്കുന്ന ഒരുപാട് ചോദ്യങ്ങൾ കിടന്ന കട്ടിലുള്ള മനുഷ്യന് ആ ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ ഒരു പക്ഷെ നമുക്ക് കഴിയില്ല. പറയാൻ പലതും ബാക്കി വെച്ച് ഈ കുരുക്കിലാടും പരിസര പ്രദേശത്തും ഒരുപാട് ആളുകൾ ഈ ലോകത്തുനിന്ന് വിട പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ഇനിയെങ്കിലും കിടക്കുന്ന നമ്മുടെ ചുറ്റുവട്ടത്തുള്ളവർക്ക്, അത് എൻ്റെ കുടുംബത്തിലാണെങ്കിൽ എൻ്റെ ഉത്തരവാദിത്വം ഇരട്ടിപ്പിക്കുക കൂടി ചെയ്യുന്നുണ്ട്. എൻ്റെ പ്രിയപ്പെട്ടവരാണെങ്കിൽ, എൻ്റെ കുടുംബത്തിലാണെങ്കിൽ ഇരട്ടിപ്പിക്കുക, അവർക്ക് താങ്ങായി നിന്ന് കൊടുക്കാനും കൂടെ നിന്ന് കൊടുക്കാനും ഇടപെടൽ സാധ്യമാവണം. നമ്മൾ കൈവെക്കാത്ത വേറെ കുറേ മേഖലകളുണ്ട്. ഡയാലിസിസ് സംവിധാനം ഇന്ന് ഏറ്റവും കൂടുതൽ നാട്ടിൽ ആവശ്യമുള്ളൊരു സിസ്റ്റമാണ്. ഒരു സമ്പന്നന് പോലും ഡയാലിസിസ് ചെയ്യുന്നൊരവസ്ഥ വന്നാൽ അവൻ തകർന്നു വീണു പോകും. മാനസിക വെല്ലുവിളി നേരിടുന്ന ആളുകളുടെ എണ്ണം, കുട്ടികളുടെയും അല്ലാത്ത ആളുകളുടെ എണ്ണം കുടുംബങ്ങളിൽ ഒരുപാടുണ്ട്. ഇത്തരം ആളുകളുടെ കാര്യങ്ങൾ ഇടപെടുന്നിടത്ത് അരക്ക് കീഴ്പോട്ട് തളർന്നിട്ട് ശരീരത്തിൽ അരക്ക് മേൽപോട്ട് നല്ല ആരോഗ്യമുള്ള മനുഷ്യരുണ്ട്. അവരുടെ അരക്ക് കീഴ്പോട്ട് തളർന്നിട്ടുള്ളൂ. അവർക്ക് ഒരുപാട് കാര്യങ്ങൾ അവർക്ക് സഹായിച്ചു കൊടുക്കേണ്ടതുണ്ട്. സ്വയം റീഹാബിലിറ്റേഷൻ പ്രവർത്തനങ്ങളിലൂടെ സ്വന്തമായി എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ കഴിയുന്നിടത്തേക്ക് ഒരു താങ്ങായി നിന്ന് കൊടുക്കണം. മനസ്സിന് വെല്ലുവിളി നേരിട്ട ഒരു കുട്ടി അല്ലെങ്കിൽ ഒരു മനുഷ്യൻ ഒരു കുടുംബത്തിലുണ്ടെങ്കിൽ ആ കുടുംബത്തിലെ അവരുടെ പരിചാരകരായ ആളുകളെക്കുറിച്ച് നിങ്ങൾ ആരെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? അവർക്ക് നമ്മൾ ഈ കാണുന്ന ആഘോഷങ്ങളില്ല, ആരവങ്ങളില്ല, കല്യാണങ്ങളില്ല. ആ കുടുംബാംഗങ്ങളുടെ കാര്യം പറയുന്നത്. കുടുംബത്തിൽ ഒന്നുണ്ടെങ്കിൽ അവർ ആ കുഞ്ഞിന് വേണ്ടി രാവും പകലും ഉറക്കപ്പിളിച്ച് ഈ മാനസിക വെല്ലുവിളി നേരിടുന്ന ആളുകൾക്ക് വേണ്ടി കാവലിരിക്കുന്നുണ്ട്. ഇനി അൾഷിമേഴ്സ് എന്ന് വേറൊന്നുണ്ട്. പുറത്തേക്ക് വിടുന്ന മലം പോലും വാരി വലിച്ചെറിയുന്ന വിധത്തിൽ, ഇപ്പം പറഞ്ഞത് എന്താന്ന് കുറച്ച് നേരത്തെ പറഞ്ഞത് എന്താന്ന് ഇപ്പോൾ ഓർമ്മയില്ലാത്ത വിധത്തിൽ വീട്ടിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ നേരിടുന്ന ആളുകൾ വേറെയുണ്ട്. പറഞ്ഞാൽ തീരാത്തത്ര പ്രശ്നങ്ങൾ നേരിടുന്ന മനുഷ്യരുണ്ടാകുമ്പോൾ പ്രശ്നകലുഷിതമായ ലോകത്ത് ഇതൊക്കെ കണ്ട് സഹതപിക്കുന്ന ഒരാളല്ല ഞാനെന്ന് തീരുമാനിക്കാനും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളെ ഏറ്റവും ഗൗരവമായി കാണാനും അതിനെ ഏറ്റവും കാര്യമായ രീതിയിൽ ഇടപെടാനും കഴിയുന്ന ഒരാളായി നമ്മൾ ഓരോരുത്തരും മാറണം. ഇന്നും ഇനിയൊരു അടുത്തൊരു ഏതെങ്കിലും ഒരു ദിവസം വീണ്ടും ഇതേ കാര്യങ്ങൾ ആവർത്തിക്കുന്നതിലപ്പുറത്തേക്ക് നിങ്ങൾ തന്നെ ആലോചിക്കണം. ഇവിടുന്ന് വിളിക്കാൻ ആളുണ്ടായെന്ന് വരില്ല, ഞാനുണ്ട്. ഈ സംവിധാനത്തിൻ്റെ ഗ്രൂപ്പിലേക്ക്, നിങ്ങളുടെ ഗ്രൂപ്പും സംവിധാനങ്ങളൊക്കെ ഉണ്ടാവും, വിളിച്ച് പറയണം. ഇതിൻ്റെ ക്ലാസ്സുകൾ, ഇതിനെക്കുറിച്ചുള്ള അറിയുന്ന ടീമിൽ ഞാൻ ഉണ്ടാവണം. ഇവിടെ ഒരു 150 ആളുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ആ രജിസ്റ്റർ ചെയ്ത രോഗികളെ വീട്ടിലേക്ക് ഈ സിസ്റ്റം ഇവിടെ നിന്ന് പോകാൻ ആ രോഗിക്കും ഈ സിസ്റ്റത്തിനും ഇടയിലുള്ള മീഡിയേറ്ററായി നമുക്ക് നിൽക്കണം, നമ്മുടെ നാട്ടിൽ നിൽക്കണം. എൻ്റെ വീടിൻ്റെ അപ്പുറത്തുള്ള രോഗീൻ്റെ ആളായി, ആ രോഗിക്ക് ഫൈൻ കെയർ എന്ന് എപ്പോൾ എന്ത് കിട്ടണമെന്ന് പറയാൻ ഉള്ള ഒരു മീഡിയേറ്ററായി നമുക്ക് നിൽക്കണം. നിങ്ങൾ ഈ സംവിധാനത്തിൽ കൂടെ എല്ലാ ദിവസവും പണിയെടുക്കാനൊന്നല്ല പറഞ്ഞത്. ആളുകളൊരു ചോദ്യമുണ്ട്, എനിക്കെവിടാ ഇതിന് നേരമെന്ന്. വെറുതെ തെറ്റിദ്ധരിക്കണം. നിങ്ങൾ എല്ലാ മനുഷ്യർക്കും ഇതിലെന്തെങ്കിലും റോള് ചെയ്യാൻ കഴിയും. എൻ്റെയൊക്കെ ഭാഷയിൽ പറഞ്ഞാൽ ഏറ്റവും തിരക്ക് പിടിച്ച മനുഷ്യന്മാർക്ക് പറ്റിയ പണിയാണ് സ്വാന്തന പരിചരണത്തിൽ വർക്ക് ചെയ്യുന്നത്. കാരണം പണി ഒരു നേരം ഒഴിവില്ല എന്ന് പറയുന്ന ആളുകൾക്ക് ഒരുപാട് ഒഴിവ് വേറെ ഉണ്ടാവും. രാവിലെ എഴുന്നേൽക്കുമ്പോൾ രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് തീരുമാനിക്കണം, ഇന്ന് ഞാൻ ഒരു രോഗിക്ക് വേണ്ടി ഇന്ന കാര്യം ചെയ്യും തീരുമാനിക്കണം.
ചെയ്യാൻ കഴിയും. ഏതെങ്കിലും നമ്മുടെ ഒഴിവ് സമയങ്ങളിൽ നമ്മുടെ വീടിൻ്റെ പരിസരത്തുള്ള രോഗിക്ക് അവരുടെ അടുത്തൊന്ന് പോയി ഇരുന്ന് അവരുടെ കാര്യങ്ങൾ കേട്ട് കുടുംബത്തെ ഇടപെടിപ്പിച്ച് നാട്ടിലെ ഇതിന് സഹായിക്കാൻ കഴിയുന്ന ആളുകളെ കൊണ്ട് സ്പോൺസർ ചെയ്യിച്ച് അവർ പറയാനുള്ളത് കേട്ട് അവർ തമ്മിലുള്ള പിണക്കങ്ങളും പ്രയാസങ്ങളും ഉണ്ടെങ്കിൽ അത് പറഞ്ഞു തീർത്ത് അത് വലിയൊരു പാലിയേറ്റീവ് സാന്ത്വന വിചരണം അതൊക്കെ വരും. ഇതെല്ലാം ഉൾപ്പെടും. ഇങ്ങനെയൊക്കെ എന്തൊക്കെ ചെയ്യാൻ കഴിയും? ഒരുപാട് ചെയ്യാൻ കഴിയും. അതുകൊണ്ട് എല്ലാവർക്കും ഏതെങ്കിലും ഒരു റോള് ഈ മേഖലയിൽ ചെയ്യാൻ കഴിയും. അങ്ങനെ ചെയ്യാൻ കഴിയുന്ന എല്ലാവരും 170 രോഗികളുണ്ടെങ്കിൽ അതിൻ്റെ അത്രത്തോളം ഇല്ലെങ്കിൽ പോലും പരമാവധി ആളുകൾ അങ്ങനെ ഇടപെടുന്ന ആളുകളായി ഉണ്ടാവട്ടെ എന്നാണ് എനിക്ക് ഈ മേഖലയിൽ പറയാനുള്ളത്. അതിനുള്ള ഒരു തുടക്കമാവണം നിങ്ങൾ. ഈ മുമ്പ് ഞാൻ എത്ര പറഞ്ഞു പോയിട്ടുണ്ടെങ്കിലും അതിൻ്റെ ഇടക്കാലങ്ങളിൽ ഒരു ബ്രേക്ക് ഉണ്ടാവരുത്. ഇതിൻ്റെ സംഘാടകരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഇതിനൊരു തുടർച്ചയിടണം. എന്തൊക്കെ പറയണം? ഒന്ന്, എന്തൊക്കെ എങ്ങനെയൊക്കെ ആരോട് സംസാരിക്കണം, ഏതൊക്കെ രീതിയിൽ നമുക്ക് ഇടപെടാം. ആശയവിനിമയം എന്നുള്ളൊരു സെഷനുണ്ട്, വളരെ പ്രധാനമാണ്. നമ്മളും നമ്മളെ കെട്ടിയോളും തമ്മിലുള്ള സംസാരം പോലും പഠിക്കേണ്ടതുണ്ട്. എന്ത് പറയണം, എന്ത് പറയരുത്. രോഗികൾ തമ്മിലല്ല, മനുഷ്യന്മാർ തമ്മിൽ എങ്ങനെ സംസാരിക്കണം എന്ന് നമുക്ക് പഠിക്കാം. അത് ശരിക്കും പ്രാക്ടിക്കൽ തിയറി ആയിട്ട് നമുക്ക് സംവദിച്ച് അത് ഒരു തമ്മിലൊരു കമ്മ്യൂണിക്കേഷനൊക്കെ വരുത്തിക്കൊണ്ട് നമുക്ക് അതിൻ്റെ ഒരു ക്ലാസ് നമുക്ക് ആവാം. തലമുടി മുതൽ കാൽപാദം വരെയുള്ള ഭാഗങ്ങളിൽ എങ്ങനെ പരിചരിക്കണം. നമ്മൾ വിചാരിക്കും ഇതൊക്കെ ഞാൻ എത്ര ചെയ്തതാണ്. ഒരുപാട് അബദ്ധങ്ങൾ രോഗിയെ പരിചരിക്കുന്നിടത്ത് നമ്മൾ പലരും ചെയ്തു പോകുന്നുണ്ട്. അപ്പോൾ ആ അബദ്ധങ്ങൾ തിരുത്തി കൃത്യമായ രീതിയിൽ രോഗിയെ എങ്ങനെ പരിചരിക്കാം എന്നുള്ള നഴ്സിംഗ് കെയർ, പരിചരണം, ആ സംവിധാനം നമ്മൾ പഠിച്ചെടുക്കണം. അത് എനിക്ക് നാളെ എൻ്റെ ഭാവിയിൽ എൻ്റെ കുടുംബത്തിന് അത് റിസൾട്ട് ഉണ്ടാക്കും. മരണാസന്ന രോഗികളാണെങ്കിൽ ഇത്തരം രോഗികളുടെ കാര്യങ്ങളിൽ മരണാസന്ന സമയത്ത് നമുക്ക് പാവിട്ട് അട്ടഹസിച്ച് നിലവിളിക്കുന്നതിനപ്പുറത്തേക്ക് ഏറ്റവും കൃത്യമായ ഇടപെടലുകൾ നടത്താൻ മരണപ്പെട്ട രോഗിയെയും മരണാസന്ന രോഗികളുടെ കാര്യങ്ങളിൽ എന്തൊക്കെ ചെയ്യാൻ കഴിയുമെന്ന് കൃത്യമായി ഈ സംവിധാനം പഠിപ്പിച്ചു തരുന്നുണ്ട്. അങ്ങനെ ഒരു മനുഷ്യനെന്ന നിലയിൽ നമ്മുടെ ഇടപെടലുകൾ നമുക്ക് കൃത്യമായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. ഏറ്റവും വലിയൊരു കാര്യം കൂടിയുണ്ട്, ഇതൊരു നാടിൻ്റെ സംസ്കാരമാണ്. ഇതൊരു നാടിൻ്റെ ഏറ്റവും വലിയൊരു സംസ്കാരമായി ഇതിനെ കാണാൻ കഴിയും. കൃത്യമായൊരു പാലിയേറ്റീവ് സിസ്റ്റം നാട്ടിലുണ്ടെങ്കിൽ ആ നാട്ടിലെ വർഗീയതയുണ്ടാവില്ല. ആളുകൾ തമ്മിലുള്ള പലതരത്തിലുള്ള കണ്ടുകൂടായ്മയും കൊട്ടുകൂടായ്മയും ഒന്നും ഉണ്ടാവില്ല. കാരണം എന്താ? ആ ആളുകൾ തമ്മിൽ നല്ലൊരു ബന്ധം, ഒരു സൗഹൃദ ബന്ധം, എല്ലാ തരത്തിലുള്ള സ്വാർത്ഥമായ ചിന്തകൾക്കപ്പുറം ഒരു ടീം എന്ന നിലയിൽ നല്ലൊരു ബന്ധം ആളുകൾക്ക് തമ്മിൽ ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. പുതിയ തലമുറ കടന്നു വരുന്നത് കുട്ടികൾ മുഴുവൻ വഴിതെറ്റിയെന്ന് നമ്മൾ വെറുതെ വിളിച്ചു പറയണ്ട. അവർ വഴിതെറ്റുന്നതിന് കാരണക്കാരായ നമ്മളാണോ? അവരെ കൃത്യമായ രീതിയിൽ തെറ്റായ വഴിയിലൂടെ കടന്നു പോകുന്നുണ്ടെങ്കിൽ അവരെ തിരിച്ചു കൊണ്ടുവരാൻ, ശരിയായ ഇതൊക്കെ ചെയ്യാൻ വലിയ ഒരു നീണ്ട പ്രസംഗം നടത്തിയ ഒരൊറ്റ കുട്ടി നമ്മുടെ മുമ്പിൽ കുട്ടികളിരിക്കില്ല. പുതിയ തലമുറക്ക് ഉപദേശങ്ങൾ വേണ്ട. പക്ഷേ തൻ്റെ പ്രിയപ്പെട്ടവർ ചെയ്യുന്നത് കണ്ടാൽ അവരത് നമ്മെക്കാളേറെ 2 ഇരട്ടി റിസൾട്ടിൽ അവരത് സ്വീകരിക്കും. ആ രീതിയിൽ മാതൃകയായി പുതുതലമുറക്ക് മുന്നിൽ നടക്കാൻ നിങ്ങൾ തയ്യാറുണ്ടോ? നിങ്ങളുടെ മക്കൾ നമ്മുടെ പിന്നാലെ ഈ സംവിധാനത്തിലേക്ക് കടന്നു വരും. അങ്ങനെ ഒറ്റപ്പെട്ടു പോകുന്നിടത്ത് നമ്മുടെ മക്കളും നമ്മുടെ കുടുംബവുമൊക്കെ നമുക്ക് താങ്ങായി മാറാനും എല്ലാ തരത്തിലുള്ള മറ്റു ചിന്തകൾക്കപ്പുറത്തേക്ക് ഒരു നാടിന് മുഴുവൻ ഒന്നിച്ചു നിർത്താൻ കഴിയുന്ന ഒരു സിസ്റ്റമായി നമ്മുടെ ഈ സംവിധാനത്തെ മുന്നോട്ട് കൊണ്ടുപോകാനും നമുക്ക് കഴിയട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ തൽക്കാലം അവസാനിപ്പിക്കുകയാണ്. എൻ്റെ ഈ അവസാനിപ്പിക്കുന്നതിന് ഈ ഒരു ഇടവേളയുണ്ട്, ബ്രേക്കാണ്. ഈ ഇടവേളയിൽ അല്ലെങ്കിൽ ഞാനിത് സംസാരിച്ച് കഴിയുമ്പോൾ ഈ മൈക്ക് നിങ്ങളിലേക്ക് പകർന്നു തരും. നിങ്ങൾക്ക് സംവദിക്കാം. നമുക്ക് ഈ നാട്ടിൽ, ഞാനിവിടെ നിന്ന് പോയാൽ ഞാൻ എൻ്റെ നാട്ടിലെത്തും. നിങ്ങളുടെ നാട്ടിലെ സാഹചര്യത്തിൽ നിങ്ങൾ നേരിടുന്ന പരിമിതികൾ എന്താണ്, നിങ്ങൾക്ക് എന്താണ് വിഷയം, സംശയങ്ങൾ ചോദിക്കുന്നതിനപ്പുറത്തേക്ക് ഇതെന്ത് ചെയ്യാൻ കഴിയും മുന്നോട്ട് എന്നുള്ളതിന് നിങ്ങളുടെ ഭാഗത്തുനിന്ന് മറുപടി ഉണ്ടാവണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ പറഞ്ഞത്രേ ഉള്ളൂ. കൃത്യമായൊരു ടീം ഉണ്ടാവണം, ഒരേ നിലപാടിൽ പ്രവർത്തിക്കുന്ന, കൃത്യമായ നയനിലപാടുള്ള, കൃത്യമായ രീതിയിലുള്ള ഒരു ദിശാബോധമുള്ള ഒരു ടീം, ഒരു ഗ്രൂപ്പിനെ ഇവിടെ ഉണ്ടാവേണ്ടത് ഇതിൻ്റെ സംഘാടകർക്ക് അനിവാര്യമായി മാറിയിരിക്കുന്നു. അല്ലാതെ ഇതിന് ഓടി തളർന്ന് അത്രയ്ക്ക് ബുദ്ധിമുട്ടായ ആളുകളാണ് ഈ സംവിധാനത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവർക്ക് അവരുടെ കൂടെ ഒരു ടീമായി എല്ലാവരും പരസ്പരം ചേർന്നൊരു ടീമായി നിന്ന് നമ്മുടെ നാടിന് ഭാവിയിൽ നാളേക്ക്
ഞാൻ നാളെ കടന്നു പോകുമ്പോൾ എനിക്കാവശ്യമുള്ളൊരു സിസ്റ്റമായി ഈ സംവിധാനത്തെ നിലനിർത്തുന്നതിന് നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള കൃത്യമായ ചർച്ചകൾ ഉണ്ടാവണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. ജയ് ഹിന്ദ്. നമസ്കാരം. മജീദ് മാഷ ക്ലാസ് വളരെയേറെ ഇൻഫർമേറ്റീവായിരുന്നു. കേട്ട് ആസ്വദിക്കാൻ മാത്രമല്ല, ഉൾക്കൊണ്ട് ചിന്തിക്കാനും ഇതിൻ്റെ പ്രവർത്തനത്തിൽ അവരെ ആകർഷിക്കാനും പറ്റിയതായിരുന്നു. ഈ അനുമോദനവും ആദരിക്കലും നടത്തപ്പെട്ട ബഹുമാനപ്പെട്ട അഹമ്മദ് സാഹിബിനെ ഞാനിവിടെ എൻ്റെ പേരിൽ അനുമോദിക്കുന്നു. അദ്ദേഹം അർഹിക്കുന്ന അനുമോദനമാണ് അദ്ദേഹത്തിന് കൊടുത്തിരിക്കുന്നത്. ഈ സംവിധാനം ഇവിടെ നടന്നോളും. ആളുകളെ ഏതെങ്കിലും സഹായിച്ച് കുറേ ആളുകൾ കഷ്ടപ്പെട്ടിങ്ങനെ നടന്നു പോകും. ഇങ്ങനെ പോരാന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ പൊരുൾ, അല്ലേ? ഇങ്ങനെ പോരാന്നാണ് പറഞ്ഞത്. ഇവിടെ വന്ന് ഈ കിട്ടുന്ന സഹായവും തേടി അല്ലെങ്കിൽ ഈ സൗകര്യവും തേടി പോയാൽ പോരാ. നമ്മുടേതായ റോളുകൾ നിർവഹിക്കുന്നിടത്തേക്ക് നമ്മളെല്ലാവരും ഇതിൻ്റെ ഭാഗമായി ഇതിൻ്റെ ടീം ആയി മാറുന്നതിന് നമുക്കെന്ത് ചെയ്യാൻ പറ്റും? മജീദ് മാഷിൻ്റെ ക്ലാസ് നമുക്ക് ഒരുപാട് ഉപകാരപ്പെട്ടതാണ്. അതുപോലെ ക്ലാസ്സിൽ നിന്ന് കേട്ട അറിവുകൾ വെച്ച് നോക്കുമ്പോൾ നമുക്ക് വീടുകളിൽ, ഞങ്ങൾ തന്നെ വീടുകളിൽ പോയി നമുക്ക് അവർ പേഷ്യൻസിൻ്റെ വായിൽ നിന്ന് കേൾക്കുന്ന സംസാരം നമ്മൾ ഒരാഴ്ച കഴിഞ്ഞിട്ടുണ്ടെങ്കിലും അവർ വീടുകളിൽ നിന്ന് ചോദിക്കും, സിസ്റ്ററെ ഇതെന്താ ലേറ്റായി പോയി, ഒരാഴ്ച കഴിഞ്ഞില്ലേ വരാത്തേന്നില്ല. അപ്പോൾ അത് നമ്മൾ ആഗ്രഹിക്കുന്ന നമ്മളെ സാമീപ്യമാണ് അവർ ആഗ്രഹിക്കുന്നത്. അപ്പോൾ അവരിൽ നിന്നും നമുക്ക് ഇങ്ങനെയുള്ള വർത്തമാനം കേൾക്കുമ്പോൾ ഒരുപാട് സന്തോഷമാണ്. നമുക്ക് കിട്ടുന്ന ശമ്പളത്തെക്കാളും ഉപരിയാണ് അവരിൽ നിന്ന് കിട്ടുന്ന ആ സംസാരം. അപ്പോൾ സാറ് പറഞ്ഞുകൊണ്ട് എനിക്കത് മനസ്സിൽ തന്നെ ഓടിയെത്തി. കഴിഞ്ഞ ദിവസം ഒരു പേഷ്യൻസ് 2 ആഴ്ച അവരുടെ അടുത്ത് പോയിട്ട് ഒരു BP കൂടിയ പേഷ്യൻ്റ് ആയിരുന്നു. പക്ഷേ ആ ഉപ്പ കുറച്ച് ദേഷ്യപ്പെട്ടതിന് കാരണം എന്ന് വെച്ചാൽ 2 ആഴ്ച ഇപ്പോൾ അയാളുടെ അടുത്ത് പോയിട്ടത്. അപ്പോൾ ഞാൻ പറഞ്ഞു കൊടുത്തു, ഞങ്ങൾക്ക് കുറച്ച് തിരക്ക് കൂടിയത് കൊണ്ടാണ് വരാൻ പറ്റാത്തത്, അതിൽ സോറി പറഞ്ഞ്. പക്ഷേ നിങ്ങൾക്ക് എന്ത് ആവശ്യമുണ്ടെങ്കിലും ഇബ്രാഹിമിനെ വിളിച്ചാൽ മതി. നിങ്ങൾക്ക് എന്ത് ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചാൽ ഞങ്ങൾ ആ നിമിഷം വരും, സാറിനെ വിളിച്ച് പറഞ്ഞാൽ എത്തുന്നുള്ളത്. അതുപോലെ നിങ്ങൾ ഇനിയും കുരിക്കലാടിൻ്റെ ഇത്രയും വലിയൊരു സ്ഥാപനത്തിൽ ഫൈൻ കെയർ പാലിയേറ്റീവ് പ്രവർത്തിക്കാൻ നിങ്ങളുടെ ഓരോരുത്തരുടെയും സഹായം ഇബ്രാഹിമിക്ക് ആവശ്യമാണ്. അതുപോലെ സാമ്പത്തികമായിട്ടും നിങ്ങളുടെ വളണ്ടിയേഴ്സിൻ്റെ സേവനങ്ങളും ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്തിച്ച് നമ്മുടെ ഈ ഫൈൻ കെയറിനെ ഒത്തിരി ഉയരത്തിലേക്ക് എത്തിക്കാനുള്ള എനിക്കും അതിന് സഹകരിക്കാനുള്ള ഒരു മനസ്സുണ്ടെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഒരുപാട് ഇബ്രാഹിംകാമാരുണ്ടാവണം ഇവിടെ. അതായത് നമ്മൾ ഒന്നിച്ച് ഈ ഒരു മേഖലയിലേക്ക് ഒരു ടീമായിട്ട് പോകാൻ നമുക്ക് കഴിയുമോ? അത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിന് എന്തായാലും കൃത്യമായൊരു പരിശീലനം വേണം. അപ്പോൾ ക്ലാസ് വേണോ, മുന്നോട്ട് അങ്ങനെ പോകുന്നോ? ഇപ്പോൾ സിസ്റ്റർ പറഞ്ഞിട്ടില്ലേ, സിസ്റ്റർക്ക് ഒരുപാട് ഇനിയും പറയാനുണ്ടാവും. ഒരുപാട് രോഗികളാണ്. ഈ അനുഭവം നമ്മൾ ഷെയർ ചെയ്യുമ്പോൾ, വളണ്ടിയേഴ്സ് ഷെയർ ചെയ്യുമ്പോൾ നമ്മുടെ കൂടെയുള്ള ആളുകളോട് ഈ ടീമിലേക്ക് കടന്നു വരും. അപ്പോൾ ആ രീതിയിലേക്ക് നമുക്ക് കൃത്യമായ ഒരു പരിശീലനമുള്ള ഒരു ടീമായിട്ട് വർക്ക് ചെയ്യാൻ കഴിയുന്നിടത്തേക്ക് ഈ സിസ്റ്റത്തെ മാറ്റാൻ കഴിയുമെന്നുള്ള ചോദ്യം. വളരെ സുദീർഘമായ പഠനാർഹമായ ഒരു ക്ലാസ് കേട്ടിട്ട് നമ്മളിങ്ങനെ എവിടെയോ എത്തി നിൽക്കുന്ന ഒരു പ്രതിനിധിയാണ് നമ്മളിലുള്ളത്. എനിക്കിപ്പോൾ ഈ ഒരു അവസരത്തിൽ നിങ്ങളെ ഓർമ്മിപ്പിക്കാനുള്ളത്, മറ്റ് സംഗതികളൊക്കെ മജീദ് മാഷ് പറഞ്ഞിട്ട് നമ്മൾ കേട്ടിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഡയബറ്റിക് ഫിസിയോതെറാപ്പി, അത് ഇതിൽ കൂടുതൽ ആൾക്കാരും അത് എന്താണ് എന്നുള്ളതിനെ പറ്റി അറിയാത്തവരാണ് കൂടുതലും. അറിഞ്ഞവരും ഉണ്ട്. ഈ ഡയബറ്റിക് കൊണ്ട് നമ്മൾക്ക് ഫസ്റ്റ് തന്നെ വരുന്നത് കാലിനാണ്, പിന്നെ കണ്ണ്, അതുപോലെ കൈ, അതുപോലെ മറ്റ് അവയവങ്ങളും ഓരോന്നോരോന്നായി കാർന്ന് തിന്നുന്ന ഒരസുഖമാണ്. മെല്ലെ വന്ന് എല്ലാം കൊണ്ടുപോകുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ഈ ഡയബറ്റിക് രംഗപ്രവേശനം ചെയ്യുന്നത്. അതിനുള്ള ഒരു ചെറിയ തെറാപ്പി നമ്മൾ സംവിധാനം ചെയ്തിട്ടുണ്ട്. അതിപ്പോൾ കലശമായി രോഗം ബാധിച്ചവരും കലശത ഇല്ലാത്തവരും ഇവിടെ വന്ന് അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ വളരെയധികം വ്യത്യാസമുണ്ട്. ഇപ്പോൾ ശരീരവേദനയും കാലിൽ നിന്നുള്ള വേദനയും വിരലുകൾ തമ്മിലുള്ള വേദനയൊക്കെ വ്യത്യാസമുണ്ട്. ഇത് ഒരു ദിവസം വന്ന് അല്ലെങ്കിൽ 5-10 ദിവസം കൊണ്ട് ഡയബറ്റിക് അങ്ങ് മാറ്റിത്തരാം എന്നുള്ള രൂപത്തിലല്ല പറഞ്ഞു വരുന്നത്. അസഹ്യമായ വേദനയും രാത്രി ഉറങ്ങാൻ കഴിയാത്ത ചുട്ടുപൊള്ളുന്ന വിധത്തിലുള്ള, അത് ഇപ്പോൾ ഡയബറ്റിക് രോഗികൾ ആരില്ലാന്ന് വെച്ചാൽ അവർക്കറിയാം എന്താണ് അതുകൊണ്ടുണ്ടാകുന്ന ഭവിഷ്യത്തുകൾ, എന്താണ് പ്രയാസങ്ങൾ എന്നൊക്കെ. ആ പ്രയാസങ്ങളിൽ നിന്നൊക്കെ ചിലരൊരാശ്വാസം ലഭിക്കുന്ന വിധത്തിൽ ഡയബറ്റിക് തെറാപ്പി നമ്മൾ തുടങ്ങിയിട്ടുണ്ട്. അത് ഇത്ര നാളും ഒരു സ്ഥലത്ത് നിന്നായിരുന്നു
ആണുങ്ങളും പെണ്ണുങ്ങളും ഒക്കെ ചെയ്തിരുന്നത്. അതിപ്പോൾ തിരക്ക് കാരണം നമ്മളിപ്പോൾ 2 സ്ഥലങ്ങളിലേക്ക് മാറ്റാൻ 4-5 ദിവസം കൊണ്ട് സാധിക്കും. ആണുങ്ങൾക്ക് ഒരു സ്ഥലവും പെണ്ണുങ്ങൾക്ക് മറ്റൊരു സ്ഥലവും ആകുമ്പോൾ കാലിനൊക്കെ ചെയ്യേണ്ടത് കൊണ്ട് തന്നെ വളരെ പ്രയാസം ഉണ്ടായിരുന്നു ഇതുവരെ. അതിപ്പോൾ ഒരാഴ്ചേൻ്റെ ഉള്ളിലായിട്ട് 2 സ്ഥലങ്ങളിലായിട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. അങ്ങനെ സംവിധാനിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങളും നിങ്ങളെ വീട്ടിലുള്ള മറ്റുള്ളവരും അതുപോലെ നിങ്ങളിലുള്ള ഇവരിലേക്കും ഈ വിവരം എത്തിക്കുക. പ്രയാസപ്പെടുന്നവൻ്റെ പ്രയാസങ്ങൾ മനസ്സിലാക്കി മുന്നോട്ടേക്ക് പോകണം എന്ന് തന്നെയാണ് ഫൈൻ കെയറിൻ്റെ മുഖമുദ്ര. അതുകൊണ്ട് തന്നെ ഇങ്ങനെ പ്രയാസം അനുഭവിക്കപ്പെടുന്നവർക്ക് നമ്മൾ ആ സന്ദേശം എത്തിക്കുക. പിന്നെ പൈസ ഇത്ര കൊടുക്കണം, ഇനി പൈസ ഇല്ലാത്തവർക്ക് പൈസ ഇല്ലാതെ കണ്ട് തന്നെ ചെയ്തു കൊടുക്കാൻ നമ്മൾ തയ്യാറാണ്. പൈസ ഇല്ലാത്തവർക്ക് ആ ചികിത്സ മുടങ്ങിപ്പോകരുത്. ഒരു സ്കാനിങ് ചെയ്യാൻ വേണ്ടി അയാൾക്ക് മെഡിക്കൽ കോളേജിൽ പോയിട്ട് ക്യൂ നിന്നിട്ട് കിട്ടിയില്ല എന്ന് പറയുന്നത് ആൾക്ക് ഫൈൻ കെയറിൽ വന്നു കഴിഞ്ഞാൽ ആ നിമിഷം തന്നെ അയാൾക്ക് അത് പരിഹരിച്ചു കൊടുക്കുന്നതാണ്. അതുപോലെ തന്നെ മരുന്നില്ലാത്തവർക്ക് മരുന്ന് മേടിച്ച് കൊടുക്കുന്നതാണ്. എന്ത് പ്രയാസമുണ്ടെങ്കിലും നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളൊരു വീട്ടിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ 2-3 പ്രാവശ്യം അവിടെ പോകുമ്പോൾ അവിടുത്തെ അടുക്കളയെ പറ്റി നമ്മൾ ചിന്തിക്കും. ഇവിടെ അടുക്കളയിൽ ശരിക്കും പുകയുന്നുണ്ടോ? ഇവിടുത്തെ ഗൃഹനാഥൻ ഇങ്ങനെ ഇരുന്നു പോയത് കൊണ്ട് അയാൾക്ക് എന്താണ് പ്രയാസമുള്ളത്? ആ പ്രയാസം എന്ത് പ്രയാസമാണെങ്കിലും ഇതുവരെയും ഫൈൻ കെയറിന് ലഘൂകരിച്ചു കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട്.